Thank you. Morning, sir. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗുഡ് മോർണിംഗ്. സോ നിങ്ങൾ കാണാൻ കഴിഞ്ഞതിലും എന്താ പറയുക, വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ ടോപ്പിക് എന്താണ് അറിയോ? എന്താ ടോപ്പിക്ക് എന്ന് പറയാൻ പറ്റുമായിരിക്കെങ്കിലും എനിബഡി? ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സ്ട്രെസ്, എന്താണ് സ്ട്രെസ്, എന്താണ്, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ആ സ്ട്രെസ്സിൽ നിന്ന് മറികടക്കാം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് സ്ട്രെസ് എന്നോ, വേസ് ടു റിലീസ് സ്ട്രെസ്, ആ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ്? ആർ യു റെഡി ഫോർ ഇറ്റ്? സോ യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ RE. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, റെഡി ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താ പറയുക, ആ ഒരു ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലേ. അപ്പൊ ആ ചേഞ്ച് നല്ല രീതിയിലേക്കുള്ള ചേഞ്ച് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേ, ഇഫ് യു ആർ റെഡി ഫോർ റെഡി ആൻഡ് എക്സൈറ്റഡ് ഫോർ ടുഡേ സെഷൻ. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുക, സ്ലൈഡ് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ. ഇല്ല. ഓക്കെ, ശരി. ഗിവ് മി എ മിനിറ്റ്. ഒരു 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 ജസ്റ്റ് ഒരു എന്താ പറയുക 30 സെക്കൻഡ്സ് തന്നാൽ മതി. 20 സെക്കൻഡ്സ് തന്നാൽ മതി. ആൻഡ് ഐ വിൽ ജസ്റ്റ് പ്രസന്റ് യു. ഓക്കെ, ഓക്കെ. സോ ലെറ്റ്സ് കണ്ടിന്യൂ. സോ എന്താണ് സ്ട്രെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പല പല ആൾക്കാർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഓക്കെ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണെന്ന് വെച്ചാൽ, ഈ സ്ട്രെസ് നമ്മളുടെ ലൈഫിലേക്ക് വലിയ രീതിയിലുള്ള എന്താ പറയുക, ഒരു ചലഞ്ചസ് ആയിട്ട് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് വരുന്നതിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എവിടെയെന്ന് അറിയോ? നമ്മുടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോഴാണ്. ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് നമുക്ക് സ്ട്രെസ് വരും. ഓക്കെ, സ്ട്രെസ് വേർ ഇറ്റ് ഈസ് കമ്മിങ്, വേർ ദർ ഈസ് എ കോംപ്ലിക്കേഷൻ, കോംപ്ലക്സിറ്റി, ദർ വിൽ ബി സ്ട്രെസ്. അതായത് എവിടെയാണോ നമുക്കൊരു കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നത്, സങ്കീർണത ഉണ്ടാവുന്നത്, എവിടെയാണ് നമുക്ക് കെയോസ് ഉണ്ടാവുന്നത്, എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നത്, എല്ലാം അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്നത്, ആ സമയത്ത് നമുക്ക് എന്തുണ്ടാകും, സ്ട്രെസ് ഉണ്ടാവും. അത് നമ്മുടെ ചിന്തകളെ, പ്രത്യേകിച്ച് നമ്മുടെ ചിന്തകൾ അൺഓർഗനൈസ്ഡ് ആകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, സ്ട്രെസ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ ലൈഫ് നമ്മൾ സിമ്പിൾ ആക്കി വെക്കുക, ഓർഗനൈസ്ഡ് ആക്കി വെക്കുക, ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരിക. എന്താണ് 3 വേർഡ്സ്? കോംപ്ലിക്കേഷൻ, കെയോസ്, അൺഓർഗനൈസ്ഡ്. ഈ 3 കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ ടാസ്കുകൾ, നിങ്ങളുടെ ഡെയിലി ലൈഫ് സിമ്പിൾ അല്ലെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് കോംപ്ലക്സ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ഓർഡർ, മനസ്സിലായ, ഒരു ഓർഡർ ആയിട്ടുള്ള സംഗതി അല്ലാതെ
കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിലേക്കുള്ള ലൈഫ് ഉണ്ടെങ്കിൽ വേർ ദർ ഇസ് സിംപ്ലിസിറ്റി ദർ ഇസ് പീസ്, അവിടെ സമാധാനമുണ്ട്. വേർ ദർ ഇസ് കോംപ്ലക്സിറ്റി ദർ ഇസ് സ്ട്രെസ്. ഈ പറഞ്ഞ ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഉള്ളത് എന്നുള്ളത് ശരിക്കും സിംപിളി ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയോ? അപ്പൊ സ്ട്രെസ് ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നാച്ചുറൽ റെസ്പോൺസ് ആണ്. പ്രഷർ, ചലഞ്ചസ്, ഒരു ചേഞ്ച്, ഒരു മാറ്റം വരുമ്പോൾ, പുതിയ പ്രതിസന്ധികൾ വരുമ്പോൾ, ഒരു പ്രഷർ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ സാധാരണമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് വെച്ചാൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു ഹെൽപ്പ് ടു സർവൈവ് ബൈ പ്രിപ്പയറിംഗ് അസ് ടു ഡീൽ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ ത്രെട്ടുമായിട്ടോ നമ്മളുടെ ലൈഫിനെ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡി പ്രിപ്പയർ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു മെക്കാനിസമാണ്, ഒരു മെത്തേഡാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ വേണ്ടത്? അതൊരു നാച്ചുറൽ റെസ്പോൺസാണ്. ഒരു മാറ്റം വരികയാണ്, ഒരു പുതിയ കാര്യം വരികയാണ്, അല്ലെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആവുന്ന രീതിയിൽ ഒരു എന്താ പറയുക അൺഫെമിലിയർ ആയിട്ടുള്ള ടെറിട്ടറിയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ബോഡിയിൽ എന്തുണ്ടാവും? സ്ട്രെസ് ഉണ്ടാവും. ബോഡിയിൽ സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ നമുക്കതെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, മറികടക്കാൻ പറ്റുക? നമുക്കതെങ്ങനെയാണ് അതിനെ റിമൂവ് ചെയ്തിട്ട് പുറത്ത് കിടക്കാൻ പറ്റുക? സ്ട്രെസ്സിനെ നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്ത ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സംഗതി കൊണ്ടുവന്നുള്ളൂ. ആദ്യം തന്നെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ, ഈ പ്രയാസങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? ദർ വിൽ ബി ഇഷ്യൂസ്, there will be challenges. അപ്പം ആ ചാലഞ്ചസിനെ മറികടക്കാൻ ഒരൊറ്റ കാര്യമാണ്, യു ഹാവ് ടു അക്സെപ്റ്റ്. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ അവസ്ഥ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വരുന്ന ചിന്തകളെ അക്സെപ്റ്റ് ചെയ്യുക. റെസിസ്റ്റ് ചെയ്യാന്നിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് കൂടും. എന്താ റെസിസ്റ്റൻസ്? അതിനോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചിന്തകളോട്, അത്തരത്തിലുള്ള അവസ്ഥകളോട്, പ്രയാസത്തിനോട്, ബുദ്ധിമുട്ടിനോട്, ചേഞ്ചിനോട്, മാറ്റത്തിനോട് നമ്മൾ എന്ത് ചെയ്യരുത്? യുദ്ധത്തിന് പോകരുത്. അതിനോട് സമാധാനപരമായിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കണം. അതിനെ അക്സെപ്റ്റ് ചെയ്യണം, അതിനെ എംബ്രേസ് ചെയ്യണം, അതിനെ ആലിംഗനം ചെയ്യണം. അതിനെ ഓക്കെ ഫൈൻ, വന്നു, ഐ നോ ഇറ്റ് ഈസ് ഹിയർ. അതിനെ ഉൾക്കൊള്ളാൻ, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? You will have more stress in your life. Clear ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നമ്മൾ സ്ട്രെസ്സിന് നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിലേക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പൊ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഓർഡർ കൊണ്ടുവരിക, നമ്മുടെ ചിന്തകളിൽ ഓർഡർ കൊണ്ടുവരിക. ചിന്തകളിൽ ഓർഡർ കൊണ്ടുവരിക, ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓർഡർ കൊണ്ടുവരിക. വി ഹാവ് ടു. സോ എന്താണ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എവിടെയാണോ നമുക്ക് കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നത്, എവിടെയാണോ ഒരു പുതിയ ചേഞ്ച് ഉണ്ടാവുന്നത്, എവിടെയാണോ പുതിയൊരു എന്താ പറയുക കെയോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അവിടെയാണ് നമുക്ക് സ്ട്രെസ് വരിക. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ ജസ്റ്റ് കമന്റ് ഡൗൺ CLR. Just comment down CLR. എല്ലാവരും ഒന്ന് ഓക്കെ. ഞാനിവിടെ നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക സ്ലൈഡ്സ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫൈറൂസ ചോദിക്കുന്നുണ്ട്. അതായത് ഒന്നുമില്ല, അതായത് ഇത്രയും പറഞ്ഞിട്ടുള്ളൂ.
നമ്മളുടെ ലൈഫിൽ പുതിയ ചേഞ്ചസ് വരുമ്പോൾ, പുതിയ ചാലഞ്ചസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? സ്ട്രെസ് ഉണ്ടാകും. അപ്പൊ ലൈഫ് എന്താ വേണ്ടത്? സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കീപ് ഇറ്റ് സിമ്പിൾ. ലൈഫിനെ സിമ്പിൾ ആക്കണം. ഒരുപാട് കാര്യങ്ങൾ വേണം, എനിക്ക് അതും വേണം, ഇതും വേണം, മറ്റതും വേണം, എല്ലാം വേണം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് പലർക്കും ഉണ്ടാവും. അതിന് പകരം നമുക്കെല്ലാം വേണ്ട, നമുക്ക് അത്യാവശ്യമായിട്ട് എല്ലാം നമുക്ക് വേണമെങ്കിൽ നേടിയെടുക്കാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് എന്തുണ്ടാകും? നമ്മളുടെ ബോഡി എല്ലായ്പ്പോഴും എന്തിലായിരിക്കാം? അലേർട്ട് മോഡിലായിരിക്കാം, സ്ട്രെസ് മോഡിലായിരിക്കാം. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ബോഡിയെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. എന്തിന്? ഒരു ഓർഡർ ഇൻ ദ കെയോസ് എന്ന് പറയും. ഇപ്പം നടൻ പൃഥ്വിരാജ് സുകുമാരൻ അറിയാലോ, അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബിസി ലൈഫിലുള്ള ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഒരു ഇംഗ്ലീഷ് ഒരു ബോളിവുഡ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ വരുന്നുണ്ട്, ഐ നോബഡി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു സാധനമുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാല്, എനിക്കിപ്പം 43 വയസ്സായി, എൻ്റെ ബ്രെയിൻ എനിക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എല്ലായ്പ്പോഴും ഓണാണ്. എല്ലായ്പ്പോഴും എന്താണ്? ഫുൾ ടൈം എന്തെങ്കിലും വെറുതെ ഒന്നും ഇരിക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് ആ ലെവലിൽ ട്രെയിൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും ചോദ്യം ഇതാണ്, സിനിമ ചെയ്യുന്നുണ്ട്, സിനിമ നിർമ്മിക്കുന്നുണ്ട്, സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, കഥ എഴുതുന്നുണ്ട്, സ്ക്രിപ്റ്റുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹീസ് ഡൂയിങ് ലോട്ട് ഓഫ് വർക്ക്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനിടയിൽ അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫ് ഉണ്ട്. ആൻഡ് ഹൗ ഈസ് ഹി ഡൂയിങ് ഓൾ ഓഫ് ദിസ്? ഇതെങ്ങനെയാണ് അദ്ദേഹം ഇത്രയും ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ് പലരുടെയും. അപ്പൊ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ദർ ഇസ് എൻ ഓർഡർ ഇൻ ദ കെയോസ്. ഇതെല്ലാം കെയോസ് ആണ്. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഐ ഹാവ് എൻ ഓർഡർ ഇൻ ദ കെയോസ്. എല്ലാം ടൈം ടു ടൈം പ്ലാൻഡ് ആണ്, ഒരു ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കെയോസ് ഉണ്ടോ, യു ക്രിയേറ്റ് എൻ ഓർഡർ. അത് ഓർഡറിലേക്ക് കൊണ്ടുവരിക. അതിന് ആദ്യം ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത് എന്നുള്ള രീതിയിൽ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് വൺ ഓഫ് ദ വേ. ആൻഡ് ദാറ്റ്സ് ഹൗ ഹി മാനേജസ്. എന്നിട്ടും അദ്ദേഹം പറയുന്നു, എൻ്റെ ബ്രെയിനെ സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ല, സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് വെച്ചാൽ, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്നത്, ആ ഇന്റർവ്യൂ അവസാനിക്കുന്നത് തന്നെ പറയുന്നത് ഡോണ്ട് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ്. ആ ഇന്റർവ്യൂവിൽ അവസാനം ആങ്കർ പറയുന്നുണ്ട്, സ്വിച്ച് ഓഫ് ചെയ്യേണ്ട, ബ്രേക്ക് എടുക്കേണ്ട, യു ജസ്റ്റ് കീപ്പ് ഓൺ ഡെലിവറിങ് ആൻഡ് കീപ്പ് ഓൺ വർക്കിംഗ്, ലെറ്റ്സ് നോട്ട് ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സമയമായിട്ടില്ല, ബിക്കോസ് അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ചെയ്യേണ്ട എന്ന് പറയുന്നത്. കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യൂ, ഇൻഡസ്ട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എനിവേ, ആൻഡ് ദാറ്റ് ഈസ്, അത് എന്താ പറയുക, അത് ഒരു പേഴ്സണൽ ചോയ്സ് ആണ് ഷട്ട് ഡൗൺ ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് അല്ല അദ്ദേഹത്തിന്റെ ലൈഫ്. ഇറ്റ്സ് എ കോംപ്ലക്സ് രീതിയിലാണ്. പക്ഷെ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തു? ഹി ക്രിയേറ്റഡ് എൻ ഓർഡർ. ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്തു. ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം. അടുത്തെന്താ? അൺഓർഗനൈസ്ഡ് ലൈഫാണെന്നുണ്ടെങ്കിൽ, ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീട്ടിലെ റൂമിലേക്ക് കയറി, വീട്ടിലെ ഡ്രസ്സൊന്നും അടുക്കി വെച്ചിട്ടില്ല, കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വാട്ട് ഹാപ്പൻസ്? ആ റൂമിലേക്ക് കയറാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലേ? അത് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷെ അതെല്ലാം കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പീസ്ഫുൾ. ഭയങ്കര കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ ചിന്തകളെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം. ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം? അടുക്കി വെക്കണം. നമ്മുടെ ചിന്തകളെ നമുക്ക് അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻസ് ഉപയോഗിക്കാം. ചിന്തകളെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷ്വലൈസേഷൻ ഉപയോഗിക്കാം. ചിന്തകളെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് അഫർമേഷൻസ് എഴുതാം. ചിന്തകളെ അടുക്കി വെക്കാൻ ഏറ്റവും നല്ല പ്രാക്ടീസാണ് ജേർണലിംഗ്. ഏറ്റവും നല്ല പ്രാക്ടീസാണ് ജേർണലിംഗ്. ക്ലിയർ ആണോ പറയുന്നത്? സോ ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ജേർണലിംഗ് ഉണ്ട്. നിങ്ങൾ തലയിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് എക്സ്പ്രസീവ് ജേർണലിംഗ്. നിങ്ങളുടെ ഉള്ളിലുള്ളതെല്ലാം അതിലേക്ക് എഴുതി വെക്കുന്ന ഒരു ജേർണലിംഗ്. അതായത് ഇവിടെ ചിന്തകൾ കൂടി 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 വല്ലാണ്ട് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ, യു ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ടേക്ക് എ പേപ്പർ ആൻഡ് ദിസ് ഈസ് മൈ ജേർണലിംഗ് ബുക്ക്, ദിസ് ഇസ് വൺ ഓഫ് ദ ബുക്ക്. There is another one, this one. So keep a journaling. ഇതിൽ എന്ത് ചെയ്യുക? എഴുതുക.
whenever you get so many thoughts, കൺഫ്യൂഷൻ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കൺഫ്യൂഷൻ. സ്ട്രെസ് പലപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ ചിന്തകൾ ഓവർലോഡ് ആകുമ്പോഴാണ്, അല്ലെ? കുറേ കാര്യങ്ങളുണ്ട്, ആലോചിക്കാൻ സമയം കിട്ടുന്നില്ല, ഒന്നിനും ഇല്ല. അപ്പൊ സിറ്റ് ഡൗൺ and take a pen and paper, and then you just start writing, and that's called expressive learning. ഇവിടെ നിന്നുള്ള ഫീലിങ്സ് നമ്മളിപ്പോൾ എന്താണോ കടന്നു പോകുന്നത്, എന്തൊക്കെ ചിന്തകളുണ്ടോ, എന്തൊക്കെ സംഗതികളുണ്ടോ, ഇതെല്ലാം അതിലേക്ക് എഴുതി വെക്കുക. And then there is another one which is called reflective journaling. അതായത് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, അതിൽ നിന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു, ഇന്ന് എന്തെല്ലാം നല്ലത് വർക്കൗട്ടായി, അത് എന്തുകൊണ്ട് വർക്കൗട്ടായി, അത് ഇനിയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഇന്ന് ഞാൻ ചെയ്തതിൽ എന്തെല്ലാം വർക്കൗട്ട് ആയില്ല, എന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല എന്നുള്ള കാര്യങ്ങൾ എഴുതുന്നു. Then there is gratitude journaling. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? എക്സ്പ്രസീവ് ജേർണലിംഗ് ആൻഡ് റിഫ്ലെക്റ്റീവ് ജേർണലിംഗ്. Then there is gratitude. പിന്നെ ലെതന്റെ ഉണ്ട്, അത് കൊടുക്കണം. So then there is gratitude journaling, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഉണ്ട്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യം, നിങ്ങളുടെ ജേർണലിംഗ് നിങ്ങൾ ചെയ്യുന്നത് ഏത് രീതിയിലാണ്. ഇതിലേതെങ്കിലും ഒരു സംഗതി എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ 3 ഓപ്ഷൻ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് കീപ് റൈറ്റിംഗ്. വാട്ട് ഹാപ്പൻസ്, യുവർ തോട്ട്സ് ബിക്കം ഓർഗനൈസ്ഡ്. ചിന്തകൾ ഓർഗനൈസ്ഡ് ആവും, ബ്രെയിൻ കാലിയാവും, ഫ്രീ ആവും. ഇനി അടുത്തൊരു സംഗതി ഉണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിംഗ് എന്ന് പറയും. ദാറ്റ് ഈസ് ആൾസോ അനദർ വേ, വിച്ച് ഈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസോ പ്രോബ്ലംസോ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുക. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ, എന്താണ് പ്രോബ്ലം, എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം, ഇതെപ്പോ തുടങ്ങി, എന്ന് മുതലാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇനി ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്താണ് വഴി, അതിനു വേണ്ടിയിട്ടുള്ള ആശയം എന്താണ്, അത് ഞാൻ എങ്ങനെ ചെയ്യും, എപ്പോ ചെയ്യും, അത് ആരുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുക, എന്തെല്ലാം റിസോഴ്സുകൾ അതിനാവശ്യമുണ്ട്, എന്തെല്ലാം ചെക്ക് ലിസ്റ്റുകൾ അതിനാവശ്യമുണ്ട്. ഇങ്ങനെയുള്ള രീതിയിൽ എഴുതുന്നതിനെയാണ് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിംഗ്. ദീസ് 4 types ഓഫ് ജേർണലിംഗ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനി പ്രോബ്ലം യു ക്യാൻ ഓവർകം, any stress that you can overcome, and have clarity in your mind. Clear or no? Yes, if it is clear, just comment down clear. If it is just clear, Yes, sir. just comment down CLR. Okay? Yeah, good. ഇനി ഇതിനൊക്കെ പുറമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ നമ്മുടെ EFT ടാപ്പിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ EFT പഠിച്ചിട്ട് EFTയിലുള്ള സംഗതികൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് എന്തെങ്കിലും വെച്ചാൽ നിങ്ങൾക്ക് വരും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, വാട്ട് ഈസ് സ്ട്രെസ്? എന്താണ് സ്ട്രെസ്? സ്ട്രെസ് ഈസ് ബോഡീസ് നാച്ചുറൽ റെസ്പോൺസ് ടു പ്രഷർ, ചാലഞ്ചസ് ഓർ ചേഞ്ച്. ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ, പ്രഷർ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ റെസ്പോൺസ് ആണ്, പ്രതികരണമാണ് എന്ത് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു ഹെൽപ്പ് us സർവൈവ് ബൈ പ്രിപ്പയറിംഗ് us ടു ഡീൽ വിത്ത് സ്ട്രെസ്. ഈ ത്രെട്ടുകളെ, ഈ ഒരു ചലഞ്ചുകളെ, ഈ ബുദ്ധിമുട്ടുകളെ, ഈ ഒരു വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി ശരീരം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ത്രെട്ട് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ്, എന്തോ ഒരു അപകടമുണ്ട്, നീ ശ്രദ്ധിക്കണം. അപ്പൊ സ്ട്രെസ് നല്ലതാണ്, നമ്മൾ സേഫ് ആക്കാനാണ്. നമ്മളോട് എന്താ പറയുന്നത്? നീ ശ്രദ്ധിക്കണം, ഈ ഏരിയ നീ ഒന്ന് ശ്രദ്ധിക്കുക, ഇതൊരു പ്രശ്നമുണ്ട്, ഇവിടേക്ക് നീ ശ്രദ്ധ കൊടുക്ക്. അല്ലാതെ ആ ശ്രദ്ധ കൊടുക്കാതെ ആ സ്ട്രെസ് അടിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് ലൈക്ക് നീ ഇതിലൊരു പ്രോബ്ലം കണ്ടെത്തി അത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക എന്ന മെസ്സേജാണ്. കീ മെസ്സേജ്, സ്ട്രെസ് ഈസ് നോർമൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രെസ് നോർമലാണ്. എവ്രി വൺ എക്സ്പീരിയൻസ് സ്ട്രെസ്. സ്ട്രെസ് ബിക്കംസ് ഹാർംഫുൾ വെൻ ഇറ്റ് ലാസ്റ്റ് ടു ലോങ് വിത്തൗട്ട് റിക്കവറി. നമ്മൾ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാതെ, പുറത്ത് കിടക്കാതെ, ഇതിനൊരു സൊല്യൂഷൻ കാണാതെ നമ്മൾ ഒരുപാട് കാലം അത് കൊണ്ട് നടക്കുമ്പോൾ അത് ഹാർംഫുൾ ആകും. മനസ്സിലാവുന്നുണ്ടോ? അത് ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് സ്ട്രെസ് ടുഡേ? ഹൗ മെനി ഓഫ് യു ഫീൽ സ്ട്രെസ്ഡ് ഓൾമോസ്റ്റ് എവറി ഡേ? നിങ്ങളുടെ ചോദ്യം ഇതാണ്. നിങ്ങളോട് എനിക്കുള്ള ചോദ്യം, നിങ്ങൾ ഏത് മേഖലയിലാണ് ഇപ്പോൾ സ്ട്രെസ് അനുഭവിക്കുന്നത്? അതിന് പുറത്ത് നമുക്കൊരു എക്സസൈസ് ചെയ്യാം. ആർ യു റെഡി? നിങ്ങൾ ഏത് ഏരിയയിലാണ് സ്ട്രെസ് അനുഭവിക്കുന്നത്? കമന്റ് ചെയ്തേ.
നിങ്ങൾ ഏത് ഏരിയയിലാണ് സ്ട്രെസ് അനുഭവിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഏത് ഏരിയയിലാണ് നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നത്? ഓക്കെ, ഇക്ബാൽക്ക പറയുന്നു വെൽത്ത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള സ്ട്രെസ്, റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിലുള്ള സ്ട്രെസ്. ഓക്കെ, വേറെ കമന്റ് ചെയ്യും, എല്ലാവരും കമന്റ് ചെയ്യും, എന്നാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, ബിക്കോസ് നിങ്ങളിത് റിലേഷൻഷിപ്പ്, നസിയ പറയുന്ന റിലേഷൻഷിപ്പ്, നിങ്ങൾ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സ്ട്രെസ് അടിക്കും. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് ഗീവ് മീ സ്ട്രെസ്. ഓക്കെ, സോ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ സ്ട്രെസ് അടിക്കുന്നത്? ജസ്റ്റ് കമന്റ്. ഓക്കെ, അക്ഷര സാർ പ്രൊഫഷണൽ ആൻഡ് ടൈംലി ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ സ്ട്രെസ് വരുന്നു. ഓക്കെ, റിലേഷൻഷിപ്പിൽ സ്ട്രെസ് വരുന്നു, പ്രൊഡക്ടിവിറ്റിയിൽ സ്ട്രെസ് വരുന്നു, അല്ലേ? പല രീതിയിലാണ് സ്ട്രെസ് വരുന്നത്. സോ ലെറ്റ്സ് ഡു വൺ തിങ്. നമുക്ക് ചെറിയൊരു എക്സസൈസ് ചെയ്യാം, ചെറിയൊരു ടാപ്പിംഗ് ചെയ്യാം. ആർ യു റെഡി ഫോർ എ ടാപ്പിംഗ്? ടാപ്പിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് എൻ്റെ കൂടെ ഇതേപോലെ ചെയ്യാം. ഓക്കെ, യു റെഡി? ആർ റെഡി? യെസ്. അത് ഈ എന്ത് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കുക. ഓക്കെ, ഓ എനിക്ക് ഇരിക്കാൻ പറ്റൂല, എനിക്ക് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സ്ട്രെസ് അടിക്കേണ്ട. ഓൺലി 1 minute, ജസ്റ്റ് 1 minute, ക്വിക്ക് 1 minute ടാപ്പിംഗ്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, കൈകൾ പതിയെ ഇങ്ങനെ റബ്ബ് ചെയ്യുക. ജസ്റ്റ് ഫീൽ ആൻഡ് റബ് ഇറ്റ് ആൻഡ് ദെൻ ജസ്റ്റ് ലെറ്റ്സ് ഗോ ഫോർ ടാപ്പിംഗ്. ഓക്കെ, പതിയെ നിങ്ങൾ എന്ത് വെച്ചാൽ എൻ്റെ കൂടെ ടാപ്പ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന പോലെ കൈകൾ ഈ ഒരു ഭാഗം ടച്ച് ചെയ്യുക. ഓക്കെ, ടച്ച് ചെയ്തിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളോട് പറയുക, ടേക്ക് എ ഡീപ് ബ്രെത്ത്. നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, ആ ഒരു ഏരിയയെക്കുറിച്ച് ചിന്തിക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത്. നിങ്ങൾ ഫീൽ ചെയ്യുന്ന സ്ട്രെസ്, ആ സ്ട്രെസ്സിനെ കുറിച്ച് ചിന്തിക്കുക, വിഷമത്തെ കുറിച്ച് ചിന്തിക്കുക, ബുദ്ധിമുട്ടിനെ കുറിച്ച് ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ ഒരു മേഖലയിൽ, എൻ്റെ ശരീരത്തിലാവാം, അല്ലെങ്കിൽ എൻ്റെ മേഖലയിലാവാം, ഇനി ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്, ആ സ്ട്രെസ് അവിടെ ഉണ്ട്. എൻ്റെ തൊഴിൽ മേഖല അല്ലെങ്കിൽ എൻ്റെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട്, എൻ്റെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്ട്രെസ് ഉണ്ട്, അവിടെ സ്ട്രെസ് ഉണ്ട്. ഐ നോ ഇറ്റ് ഈസ് ദെയർ, and I accept it is there. I know it is there and I accept it is there. Just to tap here. Then go to the top of that. എന്നിട്ട് പറയുക, ഈ ഒരു സ്ട്രെസ് അവിടെ ഉണ്ടെങ്കിൽ പോലും, ഈവൻ ദോ ദ സ്ട്രെസ് ഇസ് ദർ, ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി, ഡീപ്ലി. ഈ ഒരു പ്രശ്നം എനിക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഐ ലവ് myself, I accept myself, I forgive myself completely, genuinely, sincerely, deeply. And next, eyebrow point tap ചെയ്യാം. ഓക്കെ, ഐബ്രോ പോയിന്റ് ടാപ്പ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് കേട്ടോ, വിരലുകൾ ഉപയോഗിക്കുക, 2 വിരലുകൾ ഉപയോഗിക്കുക, എന്നിട്ട് എന്ത് ടാപ്പ് ചെയ്യാം. ഈ ഒരു പ്രശ്നം, ഈ ഒരു വിഷമം, ഈ ഒരു സ്ട്രെസ് ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പറയുക, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഈ ഒരു സ്ട്രെസ്, ഈ ഒരു വിഷമം, എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വിഷമം ഞാൻ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഐ ചൂസ് ടു ലെറ്റ് ഗോ. എനിക്കത് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും, എനിക്കത് വിട്ട് കളയാൻ പറ്റും. ഞാനതിനെ വിട്ട് കളയുന്നു. എൻ്റെ ശരീരത്തിൽ ഞാൻ അതിനെ സ്റ്റോർ ചെയ്യാൻ അനുവദിക്കുന്നില്ല. സൈഡ് ഓഫ് ദ ഐസിൽ ടാപ്പ് ചെയ്യുക ഇനി. ഓക്കെ, ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു പ്രയാസം, ഈ ഒരു സ്ട്രെസ് എൻ്റെ ഉള്ളിലുണ്ട്. ഐ നോ ഇറ്റ് ഈസ് ദെയർ, ഐ അക്സെപ്റ്റ് ഇറ്റ് ഈസ് ദെയർ. ഇറ്റ്സ് റിയലി എഫക്റ്റിംഗ് മീ. അണ്ടർ ദ ഐസ്, കണ്ണിന് താഴെ, under the eyes. It's really affecting me. I know it is there. I accept it is there. I know it is there. I accept it is there. It's really affecting me. And under the nose, I am calm. I'm relaxed. I am calm. I'm relaxed. I am calm. I'm relaxed. ഇനി ജസ്റ്റ് ഇവിടെ ചുണ്ടിന് താഴെ, ഓക്കെ, അണ്ടർ ദ ലിപ്സ്. റിലീസ് ആൻഡ് റിലാക്സ്. ആ ഒരു വിഷമ സ്ട്രെസ് എന്താണോ അതിനെ റിലീസ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിക്ക് കമാൻഡ് കൊടുക്കുന്നു. റിലീസ് ആൻഡ് റിലാക്സ്. റിലീസ് ദ സ്ട്രെസ് ആൻഡ് റിലാക്സ് ദ ബോഡി. റിലീസ് ദ സ്ട്രെസ് ആൻഡ് റിലാക്സ് ദ ബോഡി. ഇനി പതിയെ കോളർ ബോൺ.
ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യാം. അതായത് നെഞ്ചിന് മുകളിൽ കോളർ ബോണിന് താഴെ. റിലീസ് ആൻഡ് റിലാക്സ്. I know it is there, the pain it is there, the concern it is there. ഇതെന്നെ ബാധിക്കുമോ, ഇതെന്താകും, പല ചിന്തകളും പല പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. And I know it is there, I accept it is there. നേരെ under the arms, കൈകളുടെ താഴെ. ഓക്കെ, കക്ഷത്തിലല്ല, കക്ഷത്തിന് തൊട്ട് താഴെയായിട്ട് സൈഡിലായിട്ട്. റിലീസ് ആൻഡ് റിലാക്സ്. ഈ ഒരു വിഷമം, എൻ്റെ ഉള്ളിലുള്ള ഒരു വിഷമം, എൻ്റെ ഉള്ളിലുള്ള സ്ട്രെസ്, ഒരു കൺസേൺ, ഒരു ആശങ്ക, എനിക്ക് ജോലി സമയത്തിന് ചെയ്യാൻ കഴിയുമോ, കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, നടക്കില്ലല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ചിന്ത. ഈ ചിന്തകൾ, ഈ ആശങ്കകൾ, ഈ ഒരു ചിന്തകൾ പലപ്പോഴും അനാവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഗുണങ്ങളൊന്നുമില്ല. ആൻഡ് മേ ബി ഐ ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. ഞാനത് വറീഡാവുന്നതിന് പകരം അത് ചെയ്തു തീർത്താൽ മതി. എൻ്റെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാം, എങ്ങനെ ക്ലിയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഐ നോ, ബട്ട് ഐ അലോ മൈ ബോഡി ടു ഹീൽ ഇറ്റ്. ഇത്രയും കഴിഞ്ഞതിന് ശേഷം കരാട്ടെ ഷഫിൾ. ഐ എം കാം and relaxed. I am calm and relaxed. I am calm and relaxed. Even though I have this problem, I love myself, I accept myself, I forgive myself completely, genuinely, sincerely, deeply. Even though I have this problem, I love myself, I accept myself, I forgive myself completely, genuinely, sincerely, deeply. Real. And how do you feel now? Tell me. What is your feeling? ഒന്ന് പറയാവോ? റിലാക്സ് ആയി, മൈൻഡ് ഭയങ്കര കാമായി. ഓക്കെ, മൈൻഡ് നല്ല റിലാക്സ്ഡ് ആയി, മൈൻഡ് നല്ല കാമായി. എനിബഡി എൽസ് വാണ്ട്സ് ടു ഷെയർ? റിലാക്സ്, വെരി ഗുഡ്. ആരിഫ പറയുന്നു റിലാക്സ്ഡ് ആയി. ഓക്കെ, വെരി ഗുഡ്. റിലാക്സ്ഡ്. സി ദ തിങ് ഇസ് ലൈക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അവസ്ഥകൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ? ലൈഫിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് EFT മെത്തേഡ്. അപ്പോൾ നമ്മളുടെ EFT പ്രോഗ്രാം അടുത്ത ബാച്ച് വരുന്നുണ്ട്. ആരെങ്കിലും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം. സോ നമ്മൾ ഈ ഹീലിംഗ് ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ റിലാക്സേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു? ഹൗ സ്ട്രെസ് എഫക്ട്സ് അവർ ബോഡി ആൻഡ് മൈൻഡ്? വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് സ്ട്രെസ്? സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്? ഒന്ന്, നമ്മളുടെ ബ്രെയിന് ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നു, വിച്ച് ഇസ് കോൾഡ്, 2 ഹോർമോൺ ഉണ്ട്. ഒന്ന് അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ. ഈ കോർട്ടിസോൾ ഇത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹാർട്ട് ബീറ്റ് കൂടും, മസിൽ ടെൻഷൻ ആവും, തലവേദന ഉണ്ടാകും, നെക്ക് ഷോൾഡർ പെയിന് വരും, ഉറക്കം കറക്റ്റ് ആവില്ല, ലോ എനർജിയാണ് ഉണ്ടാവുക. ഇതെല്ലാം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ഡൗൺ ആവും, നമുക്ക് ഹാപ്പി ആവാൻ കഴിയില്ല. അത് നമ്മളുടെ മെന്റലി ആൻഡ് ഇമോഷണലി ബാധിക്കുന്നത് എങ്ങനെയായിരിക്കും? ഓവർ തിങ്കിങ് കൂടിക്കൊണ്ടിരിക്കും, ആങ്സൈറ്റി, ആശങ്കകൾ ഉണ്ടാകും, ദേഷ്യം കൂടുതലായിരിക്കും, ഇറിറ്റേഷൻ കൂടുതലായിരിക്കും, കോൺസെൻട്രേഷൻ കിട്ടില്ല, മൂഡ് സ്വിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ സ്ട്രെസ് ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. അപ്പം സ്ട്രെസ് എഫക്ട്സ് എവറി സിസ്റ്റം ഇൻ ദ ബോഡി, നോട്ട് ജസ്റ്റ് ദ മൈൻഡ്. നമ്മളുടെ മനസ്സിനെ മാത്രമല്ല അത് ബാധിക്കുക, നമ്മളുടെ, മനസ്സിലാവുന്നുണ്ടോ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഇത് ബാധിച്ചു തുടങ്ങും. അപ്പൊ സ്ട്രെസ് വല്ലാണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ഭാരം കൂടും. അപ്പൊ നിങ്ങളിൽ അധികം ആൾക്കാരും ഭാരം കുറയാത്തത്, ഓവർ വെയിറ്റ് ആവുന്നത് സ്ട്രെസ് ബോഡിയിലുള്ളത് കൊണ്ട് കൂടിയാണ്. വണ്ണം കൂടുന്നു, അല്ലെങ്കിൽ ഭാരം കൂടുന്നു, ശരീരഭാരം കൂടുന്നു. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഭാരം കുറയുന്നില്ല, എത്രയായിട്ടും കുറയ്ക്കാൻ പറ്റുന്നില്ല, എക്സസൈസ് ചെയ്തിട്ടും അങ്ങോട്ട് കുറയുന്നില്ല, ബിക്കോസ് യു ഹാവ് സ്ട്രെസ് ഇൻ യുവർ ബോഡി. അപ്പൊ സ്ട്രെസ് നമ്മൾ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ്ലി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. സ്ട്രെസ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ട്, കുറെ അസുഖങ്ങളുണ്ടാകും. അപ്പം വേർ ഡസ് സ്ട്രെസ് കംസ് ഫ്രം? എവിടുന്നാണ് ഈ സ്ട്രെസ് ഉണ്ടാവുന്നത്? ഒന്ന് എക്സ്റ്റേണൽ കോസ് ആണ്. അതായത് ഒന്ന് സ്ട്രെസ് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് വർക്ക് പ്രഷർ. നിങ്ങൾക്ക് വല്ലാണ്ട് വർക്കിൽ പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, വർക്കിൽ പ്രഷർ ഉണ്ടോ എനിക്ക്? ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ? സ്ട്രെസ് ഉണ്ടാകും, നോ ഡൗട്ട് അബൌട്ട്, അല്ലേ? സാമ്പത്തികമായിട്ട് കടബാധ്യതകൾ, സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെസ് നല്ലോണം ഉണ്ടാവും.
അതേപോലെ തന്നെ ഫാമിലി കോൺഫ്ലിക്ട്സ്, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ, ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ പ്രശ്നം, ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ട്, സ്ട്രെസ് ഉണ്ടാവും. അതേപോലെ തന്നെ വെച്ചാൽ ഹെൽത്ത് കൺസേൺസ്, ആരോഗ്യപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യം അപകടത്തിലാകുമോ എന്നുള്ള ചിന്തകൾ, അതിൽ നിന്ന് സ്ട്രെസ് ഉണ്ടാകും. ബിസിനസ് ചലഞ്ചസ്, ബിസിനസിന്റെ പേരിൽ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. സോഷ്യൽ മീഡിയ വീഡിയോസ് കാണുന്നു, അത് നമുക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്ത് തരും. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് എൻ്റെ ജീവിതം അങ്ങനെ അല്ലല്ലോ എന്ന് ആലോചിച്ച് സ്ട്രെസ് ഉണ്ടാകും. ലാക്ക് ഓഫ് ടൈം മാനേജ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്, അതിൻ്റെ പേരിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം എക്സ്റ്റേണൽ കോസാണ്. ബട്ട് ഇന്റേണൽ കോസസ് ഉണ്ട്. നമ്മൾ ഇത് പുറമേ നിന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചില ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാവും. എന്താ കാര്യം? ഇന്റേണൽ കോഴ്സ്. നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് ഉണ്ടെങ്കിൽ, നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുക, എല്ലാത്തിലും നെഗറ്റിവിറ്റി കാണുക, എല്ലാത്തിലും പ്രോബ്ലംസ് കാണുക, അതൊരു പാറ്റേൺ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്ട്രെസ് ഉണ്ടാകും. ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ട് എങ്കിൽ അയാൾക്ക് സ്ട്രെസ് ഉണ്ടാകും. പെർഫെക്ഷനിസം, അതായത് മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റവും മികച്ചത് പ്രകടിപ്പിക്കണം എന്നുള്ള റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ചെറുപ്പത്തിൽ വേണ്ട രീതിയിൽ റെക്കഗ്നീഷനോ ലവ് ആൻഡ് അപ്രീസിയേഷനോ കിട്ടാത്തതിൻ്റെ പേരിൽ, മനസ്സിലാവുന്നുണ്ടോ, അതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പെർഫെക്ഷനിസ്റ്റിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകും? അയാൾക്ക് സ്ട്രെസ് ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അയാൾക്ക് സ്ട്രെസ് ഉണ്ടാകും. അയാൾക്ക് സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും ആളുടെ അവസ്ഥ? നോ ഡൗട്ട്. ഓക്കെ. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പെർഫെക്ഷനിസം ഉണ്ടാകും. പെർഫെക്ഷനിസം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ട്രെസ്സിലേക്ക് നയിക്കും. ആൻഡ് കമ്പയറിങ് അവർ സെൽസ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക, ഇന്റേണൽ കോസ് ആണ്. ട്രൈങ് ടു കൺട്രോൾ എവറിത്തിങ്, എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യണം, എൻ്റെ അണ്ടർ കൺട്രോളിലായിരിക്കണം എന്നുള്ളത് സ്ട്രെസ്സാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ വെച്ചാല് എല്ലാത്തിനെയും എല്ലാവരെയും കൺട്രോൾ ചെയ്യണം എന്ന തിങ്കിങ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് പേടിയുള്ളത് കൊണ്ടാണ്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യും. സ്വന്തം ഉള്ളിൽ സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ തുടങ്ങും. വസ്തുക്കളെ, സാഹചര്യങ്ങളെ അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ അസ്വസ്ഥനാകും. അങ്ങനെ അസ്വസ്ഥനാകും. അപ്പൊ നമ്മൾ എന്താ വേണമെന്ന് വെച്ചാൽ ഇതൊക്കെ ലെറ്റ് ഗോ ചെയ്യണം. എല്ലാം നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പോ നിങ്ങളോട് ചോദിക്കണമെന്ന് വെച്ചാൽ ഇതിൽ ഏതാണ്, വിച്ച് ഓഫ് ദീസ് ക്രിയേറ്റ്സ് മോസ്റ്റ് സ്ട്രെസ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരിക? ഞാൻ ഈ പറഞ്ഞ സംഗതിയിൽ ഏതിലാണ് വരുന്നത്? നിങ്ങൾക്ക് ഏത് പ്രശ്നമാണുള്ളത്? ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് ഓൺ. ഏതാണുള്ളത്? ഇതിൽ ഏതാണുള്ളത്? നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇതിൽ വർക്ക് പ്രഷറാണോ, ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണോ, ഫാമിലി, ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. എക്സ്റ്റേണൽ കോഴ്സിൽ 1, 2, 3, 4, 5, 6, 7. ഓക്കെ. ഇന്റേണൽ കോഴ്സിൽ 1, 2, 3, 4, 5, 6. അപ്പം 13 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്കുണ്ട്? ഇന്റേണൽ ഉണ്ടോ, എക്സ്റ്റേണൽ ഉണ്ടോ? ഇതിൽ ഏത് പ്രശ്നമാണ് നിങ്ങളെ സ്ട്രെസ് ആക്കുന്നത്? ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് തരുന്നത് ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് ഡൗൺ. ജസ്റ്റ് കമന്റ് ഡൗൺ. കമന്റ് ചെയ്തല്ലോ. ഇതിൽ ഏതാണ് നിങ്ങൾക്കുള്ളത്? വർക്ക് പ്രഷർ, ഓക്കെ, പെർഫെക്ഷനിസം, ഓക്കെ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചും ജസ്റ്റ് ഞാൻ സംസാരിക്കാം. വർക്ക് പ്രഷർ, ഇന്റേണൽ എന്ന് പറഞ്ഞു. ഇന്റേണൽ ഏതാണ് ഫൈറൂസ? അത് കമന്റ് ചെയ്യും. ഓക്കെ. ഇന്റേണൽ ഏതാണ് നിങ്ങൾക്ക് സ്ട്രെസ് ആയിട്ടുള്ളത്? സോ വർക്ക് പ്രഷർ അല്ലെങ്കിൽ പെർഫെക്ഷനിസം എന്ന് പറയുന്ന സംഗതി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പെർഫെക്ഷനിസം എവിടെ നിന്ന് വരുന്നതാണ്? പെർഫെക്ഷനിസം വരുന്നത്, അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളിലും പോരായ്മകൾ നിരന്തരം കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ക്രിറ്റിസിസം അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? വേറൊരാൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. സോ അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അതിന്റെ ഒരു എന്താ പറയുക, റൂട്ട് കോസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം.
എന്താണ് നമ്മുടെ റൂട്ട് കോസ്? സോ കണ്ടീഷണൽ ലവ് ആൻഡ് അപ്രൂവൽ മോസ്റ്റ് കോമൺ. അതായത് ചെറുപ്പത്തിൽ നിങ്ങൾക്കൊരു ബിലീഫ് വരികയാണ്, ഞാൻ സ്നേഹിക്കപ്പെടുന്നു. വെൻ ഐ പെർഫോം വെൽ, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള കാര്യം. ഓർ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അപ്രീസിയേഷൻ കിട്ടൂ. മിസ്റ്റേക്സുകൾ ഞാൻ വരുത്താൻ പാടില്ല, അത് വ്യക്തികളെ ഡിസപ്പോയിന്റ് ചെയ്യും. ഇത് ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്നൊരു കാര്യം. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ സാധനമാണ് എന്ത് ചെയ്യുന്നത്, ഭാവിയിൽ പിന്നീടെന്ന് വെച്ചാൽ ഇഫ് ഐ ആം പെർഫെക്റ്റ്, ഈ ചിന്തയിൽ നിന്ന് എന്തുണ്ടാകും, ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യപ്പെടും, ഞാൻ റെസ്പെക്റ്റ് ചെയ്യപ്പെടും, എനിക്ക് അപ്രീസിയേഷൻ കിട്ടും, എനിക്ക് സ്നേഹം ലഭിക്കും, ഞാൻ സ്നേഹിക്കപ്പെടും. അപ്പൊ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള കൊതിയാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്ന സംഗതി. നമ്മൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് വല്ലാണ്ട് കൊതിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ ഒരു സംഗതിയാണ് ഇതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിന്റെ സൈക്കോളജിക്കൽ റീസൺ. അടുത്തത് എന്താണ്? ഒരെണ്ണമാണ് അത് കേട്ടോ, അതായിരിക്കാം. അതല്ലെങ്കിൽ പിന്നെ ഏതാ? ഫിയർ ഓഫ് ഫെയിലിയർ. മെനി പെർഫെക്ഷനിസ്റ്റ് ഡോണ്ട് ആക്ച്വലി ഫിയർ ഫെയിലിയർ ഇറ്റ് സെൽഫ്. നമ്മളെന്ന് വെച്ചാല് പരാജയത്തിനെ അല്ല, ദ ഫിയർ വാട്ട് റിയലി മീൻസ് ഫെയിലിയർ, പരാജയപ്പെടുക എന്നുള്ള ഭയം ആണ് പലപ്പോഴും എന്താ വെച്ചാൽ ഇതുപോലെ സംഗതിയിലേക്ക് പോകുന്നത്. അപ്പം അവർ വിചാരിക്കുന്ന വെച്ചാൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ പോരാ, പീപ്പിൾ വിൽ റിജക്റ്റ് മീ, എന്നെ റിജക്റ്റ് ചെയ്യും, ഐ വിൽ ലൂസ് റെസ്പെക്ട്, എനിക്ക് റെസ്പെക്ട് കിട്ടില്ല, ഐ വിൽ ലുക്ക് ഇൻകംപിറ്റന്റ്, എനിക്ക് കഴിവില്ലാത്തവനായിട്ട് എന്നെ ചിത്രീകരിക്കപ്പെടും, അല്ലെങ്കിൽ കഴിവില്ലാത്തവളായിട്ട് എന്നെ ചിത്രീകരിക്കപ്പെടും. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ, എനിക്ക് റെസ്പെക്ട് നഷ്ടപ്പെടും, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ എന്ത് ചെയ്യും? ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന സംഗതിയുടെ കാരണം അതാണ്. അത് കാരണം പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് റെസ്പെക്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്നേഹം നഷ്ടപ്പെട്ടേക്കാം. ആൻഡ് ഫിയർ ഓഫ് ക്രിറ്റിസിസം, കുറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, ക്രിറ്റിസിസം വല്ലാണ്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നത്തിങ് ഐ ഡു ഈസ് ഇനഫ്, ഞാൻ എത്ര ചെയ്തിട്ടും ഒരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല, പോരാ. ആൻഡ് സമ്മൺ വിൽ ഓൾവേസ് ഫൈൻഡ് എ മിസ്റ്റേക്ക്, ആരെങ്കിലും എൻ്റെ പോരായ്മകൾ കണ്ടെത്തും. കാരണം ചെറുപ്പത്തിൽ ഒരുപാട് പോരായ്മകൾ കണ്ടെത്തപ്പെട്ട് കുറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതുണ്ടാകും. ദെൻ ലോ ഓഫ് സെൽഫ് വെർത്ത്. അടുത്ത എന്താണ്? ഐ ഹാവ് വാല്യൂ ബിക്കോസ് ഐ എക്സിസ്റ്റ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം, അതായത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ പോലും, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് എൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, ഞാനൊരു ജീവിയാണ്, ഞാനൊരു ജീവനാണ്, ഞാനൊരു വ്യക്തിയാണ്, ഞാനൊരു മനുഷ്യനാണ്, ഞാൻ ഓൾറെഡി ഐ എക്സിസ്റ്റ്, ദർ ഇസ് സോ മച്ച് വാല്യൂ ഇൻസൈഡ് മീ. ഞാൻ ഒന്നും ചെയ്താലും ചെയ്തില്ലെങ്കിലും ദർ ഇസ് എ വാല്യൂ, ഐ ആം എ ബ്യൂട്ടിഫുൾ സോൾ എന്ന് വിശ്വസിക്കുന്നതിന് പകരം, ഞാൻ എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ മാത്രമേ വാല്യൂ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൾസോ, അതെന്താണ്? ഒരു ലോ സെൽഫ് വർത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്താൽ മാത്രമേ ഇതാവാം. അടുത്തത് എന്താണ്? ചൈൽഡ്ഹുഡ് ട്രോമ. ചൈൽഡ്ഹുഡ് ട്രോമ എന്താണ്? ഇമോഷണൽ നെഗ്ലക്റ്റ്. വൈകാരികമായിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു നെഗ്ലക്റ്റ്, ഒരു അവഗണന നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങളെ സ്നേഹിച്ചില്ല, അപ്രീഷിയേറ്റ് ചെയ്തില്ല, ബാക്കിയുള്ളവരെയൊക്കെ സ്നേഹിച്ചു, നിങ്ങളെ മാറ്റി നിർത്തി എന്ന് നിങ്ങൾക്ക് തോന്നി. അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട്, നിങ്ങളുടെ കൂടെയുള്ളവരോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ടോ നിങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നു ചെറുപ്പത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പരിഹസിക്കപ്പെട്ടു, കുറ്റപ്പെടുത്തപ്പെട്ടു, ബുള്ളിയിങ്. കൂടെ പഠിക്കുന്ന കുട്ടികൾ പരിഹസിച്ചു, വീട്ടിൽ വരുന്ന ജോലിക്കാർ പരിഹസിച്ചു, നാട്ടിലുള്ള ആൾക്കാർ പരിഹസിച്ചു. ഹ്യൂമിലിയേഷൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ എന്താ വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹോം എൻവയൺമെന്റ്, അൺസേഫ് ആയിട്ടുള്ള, ഇമോഷണലി സേഫ്റ്റി ഫീൽ ചെയ്യാത്ത, വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു വീട്ടിൽ നിങ്ങൾ വളർന്നു. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് നൽകാം? ഈ പറഞ്ഞിരിക്കുന്ന പെർഫെക്ഷനിസം എന്ന് പറയുന്ന സംഗതിയിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കൊണ്ടെത്തിക്കാം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെല്ലാവരും ബെറ്റർ ആയിട്ട് ജീവിക്കുന്നുണ്ട്, ഞാൻ ബെറ്റർ അല്ല, എൻ്റെ ലൈഫ് ബെറ്റർ അല്ല, ഇത്തരത്തിലുള്ള ചിന്തകളും ഉണ്ടെങ്കിൽ, കമ്പാരിസൺ ഉണ്ട് എങ്കിലും പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ എവിടെയാണ് നമുക്ക് ഇതൊക്കെ കിടക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ
ചിന്തിക്കുക. എവിടെ നിന്നാണ് നമ്മുടെ പ്രോബ്ലംസ് വരുന്നത്? ഫൈൻഡ് ദ റൂട്ട് കോസ്. ആ റൂട്ട് കോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? യു ഗോ ആൻഡ് ഹീൽ. ഹീലിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ ഏരിയയിൽ കണ്ടെത്തിയിട്ട് ആ ഹീലിംഗ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യണം. മനസ്സിലായോ? സോ ആ ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുവരണം. സോ വാട്ട് ഈസ് ദ സ്ട്രെസ് സൈക്കിൾ ഉണ്ട്. ഒരു സൈക്കിൾ ഉണ്ട്. നമ്മൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു, ഒരു ചിന്ത വരുന്നു, അതിനൊരു വികാരം വരുന്നു, അതിനൊരു ഫിസിക്കൽ റിയാക്ഷൻ വരുന്നു, എന്നിട്ട് അത് പെരുമാറ്റമായി മാറുന്നു. പെരുമാറ്റമായി മാറുന്ന അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആകുന്നു, കൂടുതൽ സ്ട്രെസ് വരുന്നു. എന്താണ്? കൂടുതൽ സ്ട്രെസ് വരുന്നു. അപ്പോൾ ഒരു സിറ്റുവേഷൻ, നെഗറ്റീവായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് നെഗറ്റീവായ ഒരു ചിന്ത വരുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നു, അതിനെ നെഗറ്റീവ്ലി ചിന്തിക്കുന്നു. നമ്മൾ പോസിറ്റീവ്ലി ചിന്തിക്കുന്നതിന് പകരം, അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിൽ സ്ട്രെസ്ഡ് ആവുന്നു, അതിലെ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഒരു ചിന്തയിലാണ് കാര്യം തുടങ്ങുന്നത്. സിറ്റുവേഷൻ ഉണ്ടാകുന്നു ജീവിതത്തിൽ, അതിന് നെഗറ്റീവിലോ പോസിറ്റീവിലോ മീനിങ് കൊടുത്തു. ഏത് മീനിങ് ആണ്, ഏത് അർത്ഥത്തിലാണ് എടുത്തത്, ഏത് ആറ്റിറ്റ്യൂഡിലൂടെയാണ് കണ്ടത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വികാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. അതിനനുസരിച്ച് ശരീരത്തിൽ എന്തുണ്ടാകുന്നു? ഒരു ഹോർമോൺ റിയാക്ഷൻ ഉണ്ടാകുന്നു. ഹോർമോൺ എന്ന് വെച്ചാൽ കോർട്ടിസോൾ അല്ലെങ്കിൽ അഡ്രിനാലിൻ, ഇത്തരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മളുടെ ബോഡിയിൽ നിന്ന് പിന്നീട് നമ്മൾ പെരുമാറുമ്പോൾ, ആ ചിന്ത വന്നതോടുകൂടി പിന്നീട് നമ്മുടെ പെരുമാറ്റം മൊത്തം എന്താകുന്നു? നെഗറ്റീവ് ആകുന്നു. ആ പെരുമാറ്റം ചിലപ്പോൾ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഡൗൺ ആയി പോകുന്നു, വിയർക്കുന്നു, വിഷമിക്കുന്നു, ബുദ്ധിമുട്ടാകുന്നു. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട്, പെരുമാറിയതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് റിസൾട്ട് നെഗറ്റീവ് ആകുന്നു. ഉറപ്പല്ല നെഗറ്റീവ് ആകും. കാരണം നമ്മൾ ഒരാളോട് ചൂടായി കഴിഞ്ഞാൽ നെഗറ്റീവ് ആകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോകുന്നു സിറ്റുവേഷൻ. അപ്പൊ ഇത് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസോ ഒരു ഷോർട്ട് മെസ്സേജ് അയക്കുന്നു, അതാണ് സിറ്റുവേഷൻ. അപ്പൊ തന്നെ എന്തു പോകുന്നു? നമുക്കൊരു ചിന്ത വരുന്നു, നെഗറ്റീവ്ലി നമ്മളെടുത്തു. ഐ മസ്റ്റ് ഹാവ് ഡൺ സംതിങ് റോങ്. ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളൂ, എന്താണ് മെസ്സേജ് നോക്കിയിട്ടില്ല. ഞാൻ എന്തോ മിസ്റ്റേക്ക് പറ്റിയോ, മിസ്റ്റേക്ക് ഞാൻ ചെയ്തോ എന്ന് ചിന്തിക്കുന്നു. ഉടൻ തന്നെ ഫിയർ കയറുന്നു, ഇമോഷൻ. ബോഡിയിൽ എന്ത് ചെയ്യുന്നു? ഹാർട്ട് ബീറ്റ് കൂടുന്നു. ഓക്കെ, പെരുമാറ്റം എന്ത് ചെയ്യുന്നു? ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നു. റിസൾട്ട് എന്ത് ചെയ്യുന്നു? കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോകുന്നു. ക്ലിയർ ആണോ? ഈ സ്ട്രെസ് കൂടുതലേക്ക് പോകുമ്പോൾ വീണ്ടും സിറ്റുവേഷൻ കൂടുതൽ വഷളാകുന്നു. ദെൻ ദിസ് ഈസ് കോൾഡ് ഒരു സക്സസ് സൈക്കിൾ. ഇത് സ്ഥിരമായിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു പാറ്റേൺ ആയിട്ട് മാറും. ഈ പാറ്റേൺ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. അപ്പൊ സ്ട്രെസ് നമ്മൾക്ക് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഒന്ന് ഫിസിക്കൽ സയൻസ്. നമ്മുടെ ശരീരത്തിൽ നമുക്കൊന്ന് ഫിറ്റീഗ്, ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു താല്പര്യമില്ല, ഒരു എനർജി ഇല്ല. യു ഡോണ്ട് ഹാവ് എനർജി. ഫിസിക്കലി ശരീരത്തിൽ ഒരു എനർജി ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബാക്ക് പെയിൻ വരുന്നു, സ്ട്രെസ് ഉണ്ട്. ഹെഡ് ഏക്ക് വരുന്നു, തലവേദന വരുന്നു, സ്ട്രെസ് ഉണ്ട്. ഡൈജസ്റ്റീവ് പ്രോബ്ലം, ദഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്ട്രെസ് ഉണ്ട്. ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോകണം, അല്ലെങ്കിൽ തീരെ ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഭക്ഷണം ദഹിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നു. എന്താ കാരണം? സ്ട്രെസ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പം ഇതിൻ്റെയൊക്കെ അടയാളങ്ങളാണ്. ഇത്രയും സംഗതികൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അടയാളങ്ങൾ മനസ്സിലാക്കി. അടുത്തത് ഇമോഷണൽ സയൻസ്. ദേഷ്യം വല്ലാണ്ട് കൂടുന്നു, എങ്കിൽ സ്ട്രെസ് ഉണ്ട്. ആശങ്ക കൂടുന്നു, ആങ്സൈറ്റി കൂടുന്നു, ഉത്കണ്ഠ കൂടുന്നു, ഭയം കൂടുന്നു, സ്ട്രെസ് ഉണ്ട്. ഫീലിംഗ് ഓവർവെൽമഡ്, എല്ലാം കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ അവിടെ ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ആവുന്നു എന്നൊരു ഫീലിംഗിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഫീലിംഗ് ഓവർവെൽംഡ്. അത് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട്. ലോ മോട്ടിവേഷൻ, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഇല്ല, ഒരു എനർജി ഇല്ല, ഒരു അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, വർക്ക് ചെയ്യാൻ ഒരു ആവേശമില്ല, ഒരു താല്പര്യമില്ല, ഒരു എനർജിയില്ല, ഒരു ആവശ്യമില്ല. സോ ദർ ഇസ് സ്ട്രെസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബിഹേവിയറൽ സയൻസ്, പെരുമാറ്റത്തിന്റെ അടയാളങ്ങൾ. എക്സസീവ് ഫോൺ യൂസേജ്, ഫോൺ വല്ലാണ്ട് ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയ വല്ലാണ്ട് കളിക്കുന്നു, ഫോണിൽ വല്ലാണ്ട് അഡിക്റ്റഡ് ആണ്, സ്ട്രെസ് ഉണ്ട്. അതെടുത്ത് മാറ്റി വെക്കാൻ കഴിയുന്നില്ല, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ട്രെസ് ഉണ്ട്. ഇമോഷണൽ ഈറ്റിംഗ്, ഭക്ഷണം വല്ലാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴൊക്കെ സ്ട്രെസ് വന്നോ വല്ലാണ്ട് വാരി വലിച്ച് കഴിക്കും. ഓക്കെ, ആരും ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം.
സോ ദാറ്റ് ഈസ് ആൾസോ ലൈക്ക് അപ്പൊ ഐസൊലേഷൻ, സ്വയം ഒറ്റപ്പെട്ട് ഒതുങ്ങിയിരിക്കുക, സ്വന്തം റൂമിലിരിക്കുക, ആരോടും ഫ്രണ്ട്സ് ഇല്ല, സംഗതികളില്ല, കൂട്ടുകെട്ടില്ല, യാത്രകൾ പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ദാറ്റ് മീൻസ് യു ഹാവ് സ്ട്രെസ്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. സ്ട്രെസ് ഇസ് ദർ. പുവർ സ്ലീപ്പ്, ഉറക്കം ക്ലിയർ ആവുന്നില്ല. ദർ ഇസ് ലോട്ട് ഓഫ് സ്ട്രെസ് ഇൻസൈഡ് യു. ചില ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് അറിയില്ല എന്താ കാര്യം. അവർ ചിന്തിക്കുമ്പോൾ സ്ട്രെസ്, പ്രത്യേകിച്ച് സ്ട്രെസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര സ്ട്രെസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ചെറിയ കാര്യത്തിലായിരിക്കും. ഓക്കെ, ചില പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. അതിന്റെ സ്ട്രെസ് ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഉറക്കം ക്ലിയർ ആവാത്തത്. അപ്പൊ അത് നിങ്ങൾ ആ പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഉള്ളിൽ അതുണ്ടാകും, അത് ക്ലിയർ അല്ലല്ലോ എന്നുള്ള കൺസേൺ ഉണ്ടാകും. നെക്സ്റ്റ് എന്താണ്? പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുന്ന സ്വഭാവം. നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് നീട്ടിവെക്കുന്നത്. സോ ഇതിൽ ഏത് അടയാളമാണ് നിങ്ങൾക്കുള്ളത്? ഒന്ന് കമന്റ് ചെയ്ത്. ഇവിടെ കുറെ അടയാളം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്കുള്ളത്? ഹലോ, ഏത് ഏരിയയിലാണ് നേരത്തെ ചോദിച്ചു അല്ലേ? ഇനി ഇതിൽ ഏത് അടയാളമാണ് നിങ്ങൾക്കുള്ളത്? ഈ അടയാളത്തിൽ ഏതാ ഉള്ളത്? പറഞ്ഞോളൂ, ഒന്ന് കമന്റ് ചെയ്തോളൂ. വിച്ച് വൺ? ഇതിലേതാ ഉള്ളത്? ഞാൻ ഈ പറഞ്ഞതിൽ ഏതാ ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്യാവോ? നീട്ടിവെക്കുന്ന സ്വഭാവമുണ്ട്. സ്ട്രെസ് ഈസ് ദർ. നീട്ടിവെക്കുന്ന സ്വഭാവം, രതി, സ്ട്രെസ് ഈസ് ദർ. അപ്പൊ അതെന്ത് ചെയ്യണം? ആ സ്ട്രെസ് എവിടെ നിന്നാണ്, ഏത് ഏരിയയിലാണ് എനിക്ക് സ്ട്രെസ് ഉള്ളത്? നേരത്തെ ചോദിച്ച ചോദ്യം ചോദിക്കാം. ഏത് ഏരിയയാണ് ഞാൻ ഫിനിഷ് ചെയ്യാതെ കിടക്കുന്നത്? ഏത് ഏരിയയാണ് ഞാൻ ക്ലിയർ ചെയ്യാതെ കിടക്കുന്നത്? ഏത് ഏരിയയിലാണ് അൺഫിനിഷ്ഡ് ബിസിനസ് ഉള്ളത്? ഏത് ഏരിയയാണ് ഞാൻ നീട്ടിവെച്ചത്? ആരോടെ എനിക്ക് വെറുപ്പുള്ളത്? ആരോടെ എനിക്ക് ദേഷ്യമുള്ളത്? ആരാ എന്നെ ഉപദ്രവിച്ചത്? എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്ത് തീർക്കാത്തതിൻ്റെ കുറ്റബോധമുണ്ടോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തോ ഒരു സാധനം കിടക്കുന്നു. എനിക്ക് എന്നോട് ഞാൻ പോരാ എന്ന തിങ്കിങ് ഉണ്ടോ? പെർഫെക്ഷനിസം ഉണ്ടോ? ഐ എം നോട്ട് ഗുഡ് ഇനഫ്. എവിടെയാണ് സംതിങ് ഈസ് ദെയർ? ഓക്കെ, അധികം ആൾക്കാർക്കും നീട്ടിവെക്കുന്ന സ്വഭാവമുണ്ട്. ഇതല്ലാത്ത ബാക്കിയുള്ളതും ഉണ്ടാവും. ചിന്തിച്ചു നോക്കും, ആലോചിച്ച് നോക്കും. ഓക്കെ, ഭാരം കൂടുന്നു, ഭാരം കുറയുന്നില്ല, സ്ട്രെസ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഒരു ഇൻട്രസ്റ്റ് ഇല്ല, എനർജി ഇല്ല, സ്ട്രെസ് ഉണ്ട്. വേർ ഇറ്റ് ഈസ്. അപ്പൊ സ്ട്രെസ്സിനെ നമ്മളെന്ന് വെച്ചാൽ ശരിക്കും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അടുത്തെന്താണ്? സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡീപ് ബ്രീത്തിങ്. ഡീപ് ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുക. സ്ലോ യുവർ ബ്രീത്തിങ് ടു കാം യുവർ നെർവസ് സിസ്റ്റം. നമ്മൾ സ്ട്രെസ് ആകുന്ന സമയത്ത് നമ്മുടെ നെർവസ് സിസ്റ്റം പാനിക്കിലേക്ക് പോകും. രണ്ട് നെർവസ് സിസ്റ്റം ഉണ്ട്. രണ്ട് അവസ്ഥയുണ്ട് നെർവസ് സിസ്റ്റത്തിന്. ഒന്ന് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, മറ്റൊന്ന് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയാൽ, സ്ട്രെസ് വന്നാൽ അതാണ് ആക്ടിവേറ്റഡ് ആവുക. അതിൽ നിന്ന് അതിനെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം, വിച്ച് ഇസ് നമ്മൾ കാമാക്കുന്ന, റിലാക്സ്ഡ് ആക്കുന്ന അവസ്ഥ. അപ്പൊ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഈ ഒരു നാഡീവ്യൂഹമാണ്. ഇവിടെയുള്ള നെട്ടലിനോടും ചേർന്ന് നിൽക്കുന്ന ഓരോ അവയവങ്ങളിലേക്കും കണക്റ്റഡ് ആയിട്ടുള്ള, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓരോ മർമ്മങ്ങളിലേക്കും കണക്റ്റഡ് ആയി നിൽക്കുന്ന സംഗതികളാണ്. അപ്പൊ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ നെർവസ് സിസ്റ്റം കാമാകും. അതേപോലെ തന്നെയാണ് ബ്രീത്തിങ് എടുക്കുമ്പോഴും നെർവസ് സിസ്റ്റം കാമാകും. മനസ്സിലാവുന്നുണ്ട്? ശാന്തതയിലേക്ക് വരും. അപ്പൊ ഡീപ് ബ്രീത്തിങ് ഒരു 30 തവണയൊക്കെ ഡീപ് ബ്രീത്ത് എടുക്കുക, അല്ലെങ്കിൽ 40 തവണ ഡീപ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഉറപ്പാകാമാവും, റിലാക്സ്ഡ് ആവും. നെക്സ്റ്റ് എന്താണ്? എക്സസൈസ്, വർക്കൗട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. വാക്കിംഗ്, സ്ട്രെച്ചിങ്, യോഗ ഓർ ജിം വർക്കൗട്ട്. ഓക്കെ, ഒന്ന് നടക്കുക കുറച്ച് നേരം. അല്ലെങ്കിൽ സ്ട്രെച്ചിങ്. ജസ്റ്റ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക, അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യുക. ബോഡി നല്ലോണം വിയർക്കണം. അപ്പൊ എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടും ശരീരത്തിൽ. അത് നമ്മളുടെ സ്ട്രെസ്സിനെയും പെയിനെയും ഒക്കെ അലീവിയേറ്റ് ചെയ്യും. ഭയങ്കര പെയിൻ കില്ലറാണ്. മനസ്സിലാവുന്നുണ്ട്? എൻഡോർഫിൻസ്, അതൊരു ഹോർമോണാണ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ സ്ലീപ്പ്. നന്നായിട്ട് ഉറങ്ങുക. ഒരു 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങാൻ കഴിയും. പക്ഷെ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ നന്നായിട്ട് ഉറങ്ങിയാൽ തന്നെ സ്ട്രെസ്
ചിലർക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഉറങ്ങാൻ കഴിയൂല, സ്ട്രെസ് കൂടുതലുള്ളതുകൊണ്ട്. അപ്പം ഒരു പരിധിക്കപ്പുറം സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയില്ല. അപ്പം ചില സമയത്ത് നമുക്ക് വി നീഡ് ടു സ്വിച്ച് ഓഫ്. അപ്പോൾ ഉറക്കം എന്താണ്? ഒരു സ്വിച്ച് ഓഫ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? ഒരു കമ്പ്യൂട്ടറൊക്കെ ഒരുപാട് കാലം ഒരുപാട് ദിവസം സ്വിച്ച് ഓഫ് ചെയ്യാതെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കമ്പ്യൂട്ടറിനെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ സ്വിച്ച് ഓഫ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? അത് റെസ്റ്റ് എടുക്കും, ഒന്നും വർക്ക് ചെയ്യാതെ. പിന്നീട് റീസ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരാൻ ഫ്രഷ് ആയിരിക്കും. ഉറക്കം അതുപോലെയാണ്. നമുക്ക് രാത്രി വരെ നമ്മൾ വർക്ക് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങുക. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവുക. ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ ഫ്രഷ്. ഇതിനെല്ലാത്തിനും റെസ്റ്റ് കൊടുക്കുക. പക്ഷെ നല്ല സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, പീക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയൂല. അവിടെ ചിലപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മെഡിസിനോ കാര്യങ്ങളൊക്കെ അല്ല, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ EFT ടാപ്പിംഗ്, ഈ ബ്രെത്ത് വർക്ക്, ബ്രീത്തിങ് കാര്യങ്ങൾ ചെയ്യാം, ഹീലിംഗ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയുക, നല്ല വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ടയേർഡായ ഉറങ്ങിക്കോളും. ഞാൻ ഏറ്റവും നന്നായിട്ട് ഉറങ്ങില്ല എപ്പോഴാണെന്ന് വെച്ചാൽ ജിമ്മിലൊക്കെ പോയിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിന്നീട് വന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ ടാക്ക് അങ്ങ് ഉറങ്ങി. ഏത് സ്ട്രെസ് അപ്പം നമ്മൾ വിയർക്കാതെ നമ്മളെ ബോഡി നമ്മളിങ്ങനെ വിയർക്കുക. അപ്പോൾ ഈവനിങ്ങിൽ പറ്റുമെങ്കിൽ, തീരെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഈവനിങ്ങിൽ നന്നായിട്ട് അങ്ങ് വർക്കൗട്ട് ചെയ്യും, പകൽ ഉറങ്ങാതിരിക്കുകയും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? പോയിട്ട് അങ്ങ് കിടന്നാൽ മതി. ഭക്ഷണം കഴിച്ച് ആ ടയർഡ്നെസ് ഉണ്ടല്ലോ, ബോഡി റെസ്റ്റ് ആഗ്രഹിക്കുന്ന സമയം കിടന്നാൽ മതി. ടക്ക് എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോൾ. ഇതൊന്നും ചെയ്യാനാവില്ല. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, സോഷ്യൽ മീഡിയയിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, വർക്ക് 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 എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കും. ഇതൊന്നും ചെയ്യാനാവില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം അർഹിക്കുന്നില്ല, നിങ്ങൾക്കൊരു സമാധാനം അർഹിക്കുന്നില്ല. അങ്ങനെ അങ്ങ് സ്വയം ശരീരത്തെ അങ്ങ് നശിപ്പിക്കുകയാണ് നിങ്ങൾ. സോ നിങ്ങൾ അത് അനുഭവിക്കാൻ അർഹരാണ്. ഇഫ് യു ഡോണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി, ഇതൊരു നിങ്ങളുടെ ടെമ്പിളാണ്, ഇത് നിങ്ങളുടെ ഒരു അമ്പലമാണ്, ഇത് നിങ്ങളുടെ ഒരു പള്ളിയാണ്, ഇത് നിങ്ങളുടെ ഒരു ഇതാണ്. നിങ്ങൾ യു ഹാവ് ടു ട്രീറ്റ് ഇറ്റ്, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയോണ്ട് തോന്നിയ മാതിരി എന്ത് അടിച്ച് കയറ്റുകയാണ്. ഒരൊറ്റ കാര്യം ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ കയ്യിലൊരു വാഹനമില്ലേ, നിങ്ങളുടെ കാറില്ലേ, അല്ലെങ്കിൽ ബൈക്കില്ലേ, അതിലേക്ക് നിങ്ങൾ ഡീസൽ അടിക്കുമോ? പെട്രോൾ അടിക്കേണ്ടടുത്ത് നിങ്ങൾ അതിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുകയോ, അതിൽ വെള്ളം ഒഴിക്കുകയോ? അതിന് കറക്റ്റ് എന്താ വേണ്ടത് അത് തന്നെ കണ്ടെത്തി ആ വണ്ടിയുടെ മോഡൽ, അല്ലെങ്കിൽ ആ വണ്ടിയുടെ അത് പെട്രോളോ ഡീസലോ ഗ്യാസിനോ അല്ലെങ്കിൽ ഇലക്ട്രിക്കിനോ ആണെന്നുണ്ടെങ്കിൽ അതല്ലേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴല്ലേ അത് വൃത്തിക്ക് മുന്നോട്ട് പോവുള്ളൂ. എന്നിട്ട് ഈ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? മദ്യം കൊടുക്കും, അല്ലെങ്കിൽ സിഗരറ്റ് കൊടുക്കും, അതല്ലെങ്കിൽ എന്താ വെച്ചാൽ തോന്നിയതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. സ്പൈസി ആയിട്ടുള്ള ഫുഡ്, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, പൊരിച്ചത് കരിച്ചത്, അത് ഇത് തേങ്ങ സകലതും. എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഫുഡല്ലേ നിങ്ങളുടെ പെട്രോള്, നിങ്ങളുടെ ശരീരത്തിന്റെ പെട്രോള്, ഇതല്ലേ നിങ്ങളുടെ അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ കുറച്ച് അതിന് പറ്റിയ രീതിയിൽ നല്ലത് ഉപകാരപ്പെടുന്ന സംഗതികൾ കൊടുക്കുക. യു ഗിവ് ദ റൈറ്റ് ഫുഡ്. അപ്പൊ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ശരീരത്തിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അത് കൊടുക്കുക. ട്രീറ്റ് യുവർ ബോഡി ഇൻ ദ റൈറ്റ് വേ. അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യണം. ദാറ്റ് ഈസ് ആൾസോ ബോഡി നീഡ്സ് ഇറ്റ്. അത് കൊടുക്കണം. ഇതൊന്നും കൊടുക്കാതെ രാവിലെ എനിക്ക് ഇതെന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ വണ്ടി അങ്ങോട്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? അത് ഇന്ന് വരെ സർവീസിന് ചെക്ക് ചെയ്യൂല, ഇതൊന്നും കഴുകൂല, ഇതൊന്നും വെച്ചാൽ ഈ വണ്ടി കൊണ്ടുപോയിട്ട് എന്താ വെച്ചാൽ അങ്ങനെ ഓടിക്കുക, രാവിലെ എണീക്കുക, സ്റ്റാർട്ടാക്കുക, പോവുക. ഡാറ്റ്സ് ഇറ്റ്. പെട്രോൾ അടിക്കുന്നിടത്ത് മണ്ണെണ്ണ അടിക്കും, അത് അടിക്കും, ഇത് ഇങ്ങനെ ഓട്ട് തന്നെയാണ്, ഓട്ടിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ രാവിലെ അടിക്കുക, പോവുക. ഇതിന്റെ ടയറൊന്നും ചേഞ്ച് ചെയ്യണ്ടോ, അതിൽ കാറ്റുണ്ടോ, ഇതിന്റെ സർവീസ്, അതിന്റെ അലൈൻമെന്റ് ചെയ്തൊന്നുമില്ല. ഒരു ദിവസം ഈ വണ്ടിയുടെ ടയർ എന്ത് ഊരി അങ്ങ് തെറിക്കും. അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആവും, അപ്പോൾ പ്രശ്നത്തിലാവും, കയ്യിൽ നിന്ന് പോവും അല്ലേ? ഇതിനെ ദ്രോഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ഈ ശരീരത്തെ ഈ ബുദ്ധിമുട്ടാക്കുന്നതിനൊരു പരിധിയില്ല, ഇതിനൊരു ക്ഷമയില്ല, ഇതിനൊരു പരിധിയില്ല. അവസാനത്ത് എന്ത് ചെയ്യും? തനിക്കൊക്കെ എന്തിനാടോ എൻ്റെ ശരീരം തന്നതെന്ന് ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഒരു ദിവസം എന്ത് ചെയ്യും? പണി മുടക്കും.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി, യുവർ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി. ഓക്കെ. അപ്പം നമ്മൾ ഹാബിറ്റ്സ് കറക്റ്റ് ആക്കുക. അടുത്തതാണ് സോ എക്സസൈസ്. നെക്സ്റ്റ് എന്താണ്? ഹെൽത്തി ഫുഡ് ആൻഡ് വാട്ടർ, അല്ലേ? അതിപ്പം ഓൾറെഡി പറഞ്ഞു. നല്ലോണം വെള്ളം കുടിക്കുക. സപ്പോർട്ട് യുവർ ബോഡി വിത്ത് പ്രോപ്പർ ന്യൂട്രീഷൻ, ഹൈഡ്രേഷൻ ആൻഡ് മെഡിറ്റേഷൻ ഓർ പ്രെയർ. നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രെയർ, മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യണം. 10 മിനിറ്റ് ഈച്ച് ഡേ. അത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടല്ലേ, വെരി ഗുഡ്. ജേർണലിംഗ് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക? അത് ഞാൻ നേരത്തെ പറഞ്ഞു, ജേർണലിംഗ് എഴുതാൻ പറഞ്ഞു. റിഫ്ലക്റ്റീവ് റൈറ്റിംഗ്, എക്സ്പ്രസീവ് റൈറ്റിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ദെൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിംഗ്. ഈ ജേർണലിംഗ് 4 ടൈപ്പ് ജേർണലിംഗ് ചെയ്യാം. ആൻഡ് ടോക്ക് ടു സംവൺ. സ്ട്രെസ് കുറയ്ക്കാനുള്ള മറ്റൊരു സംഗതിയാണ് ടോക്ക് ടു. ഷെയർ യുവർ ഫീലിംഗ്സ് വിത്ത് സംവൺ യു ട്രസ്റ്റ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യു ഹാവ് ടു ടോക്ക് ടു സംവൺ. സോ ഡെയിലി സ്ട്രെസ് മാനേജ്മെന്റ് ഹാബിറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡെയിലി സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഹാബിറ്റ്സുകൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് മോർണിംഗിൽ നിങ്ങളുടെ ഫോണ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുക? ഡോണ്ട് ചെക്ക് യുവർ ഫോൺ ഇമ്മീഡിയറ്റ്ലി. എണീറ്റ ഉടനെ തന്നെ എന്ത് ചെയ്യരുത്? മോർണിംഗിൽ ഫോൺ ചെക്ക് ചെയ്യരുത്. ബിക്കോസ് ഒരൊറ്റ വീഡിയോ മതി. അയാളുടെ നെഗറ്റീവ് പ്രശ്നങ്ങൾ പറയുന്ന വീഡിയോ കണ്ടാൽ മതി, കഴിഞ്ഞ് നമ്മുടെ ദിവസം തീർന്നു. വേറൊരാളുടെ നെഗറ്റീവ് വീഡിയോ കണ്ടാൽ ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിൽ, ഷോർട്സിൽ നമ്മുടെ ലൈഫ് തീർന്നു. അടുത്തെന്താണ്? ഡീപ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം മോർണിംഗിൽ. ആൻഡ് സെറ്റ് യുവർ ഇൻറ്റൻഷൻ ഫോർ ദ ഡേ. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ സെറ്റ് എഴുതി വയ്ക്കുക. ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യണം, ഇന്ന് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. ജസ്റ്റ് റൈറ്റ് ഡൗൺ. ആൻഡ് ഡ്യൂറിങ് ദ ഡേ ടൈമിൽ എന്ത് ചെയ്യണം? ഇടയ്ക്ക് ഷോർട്ട് ബ്രേക്ക് എടുക്കുക. ഫുൾ ടൈം വർക്ക് ചെയ്ത് പോകുന്നതിന് വേണ്ടി ഒരു വണ്ടി എടുത്തിട്ട് രാവിലെ മുതൽ അങ്ങനെ ഓടിക്കുകയാണ്, 300-400 കിലോമീറ്റർ രാവിലെ തുടങ്ങിയതുപോലെ. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് ആ വണ്ടി ഒന്ന് തണുപ്പിക്കണം. ടേക്ക് എ ബ്രേക്ക്. ഡ്രിങ്ക് ഇനഫ് വാട്ടർ. മൂവ് യുവർ ബോഡി എവറി അവർ. ഓരോ മണിക്കൂർ കഴിയുമ്പോൾ കുറച്ചൊന്ന് നടക്കാൻ പോകുക, അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ബോഡി ഒന്ന് മൂവ് ചെയ്യും. ആൻഡ് ഈവനിങ് റെഡ്യൂസ് സ്ക്രീൻ ടൈം. രാത്രിയിലാണെങ്കിലും ഒരുപാട് സമയം സ്ക്രീൻ ടൈം ഉപയോഗിക്കാതിരിക്കുക. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. പ്രിപ്പയർ ഫോർ ടുമോറോ. നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻ ചെയ്യുക. സ്ലീപ്പ് ഓൺ ടൈം. രാത്രി കറക്റ്റ് സമയത്ത് ഉറങ്ങും. ആൻഡ് സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് പ്രിവെന്റ് ബിഗ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ. നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബ്രേക്ക് ഡൗണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ പറ്റും. ക്ലിയർ ആണോ? അടുത്തത് എന്താണ്? സോ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് അബൌട്ട് സ്ട്രെസ്. സ്ട്രെസ്സിനെ കുറിച്ചുള്ള മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുക? മാറ്റുക. സ്ട്രെസ് വന്നാൽ തന്നെ പേടിക്കാതിരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് വൈ ദിസ് ഈസ് ഹാപ്പനിങ് ടു മീ എന്ന് ചിന്തിക്കുന്നതിന്, എന്തിനാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ നമ്മളോട് ചോദിക്കുക, വാട്ട് ക്യാൻ ഐ ലേൺ ഫ്രം ദിസ്? ഇത് എന്തിൻ്റെ അടയാളമാണ്? ഏത് ഏരിയയിലാണ് ഞാൻ ശ്രദ്ധ കൊടുക്കേണ്ടത്? എവിടെയാണ് എനിക്ക് സ്ട്രെസ് ഉള്ളത്? എവിടെയാണ് ഞാൻ ക്ലിയർ ചെയ്യാനുള്ളത്? എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളോ ചിന്തകളോ എനിക്കുണ്ടോ? അപ്പം എന്ന് വെച്ചാൽ വാട്ട് ക്യാൻ ഐ, ഇതിൽ നിന്ന് എന്താണ് എനിക്ക് പഠിക്കാനുള്ളത്? വാട്ട് ഐ ക്യാൻ കൺട്രോൾ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഒരു പ്രശ്നം വന്നു, എന്താണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓക്കെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഈ ഏരിയ ഞാൻ എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ഈ കാര്യങ്ങൾ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റിസൾട്ട് എന്താ വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് വാട്ട് ഷുഡ് ഐ ലെറ്റ് ഗോ? എനിക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, എനിക്ക് എന്താണ് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുക, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക. ട്രസ്റ്റിംഗ് ദ പ്രോസസ്. ഞാൻ എടുക്കേണ്ട പണി എന്താണ്? താൻ പാതി ദൈവം പാതി. എനിക്കെടുക്കാൻ പറ്റുന്നത് എന്താണ്? ആൻഡ് വാട്ട് ഈസ് എ നെക്സ്റ്റ് സ്മോൾ സ്റ്റെപ്പ്? ഇതിൽ എനിക്ക് ഇമ്മീഡിയറ്റ്ലി എടുക്കാൻ പറ്റുന്ന അടുത്ത സ്മോൾ സ്റ്റെപ്പ് എന്താണ്? അതാലോചിക്കുക. സ്ട്രെസ് വരുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു പറയുന്നതിന് പകരം ഈ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ എപ്പോഴും ഓർത്ത് വെക്കുന്നത്, യു കെ നോട്ട് കൺട്രോൾ അതർ പീപ്പിൾ. മറ്റുള്ള വ്യക്തികളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. തിരിച്ചറിയാം. കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് മാത്രം കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതിനെ ലെറ്റ് ഗോ ചെയ്യാം. കാരണം ചില വ്യക്തികൾ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ അവരിങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. കുറേയൊക്കെ നമ്മൾ എന്താ വെച്ചാൽ കൺട്രോൾ ചെയ്യല്ല, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലെറ്റ് ഗോ ചെയ്യാൻ വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് കൺട്രോൾ ചെയ്യാം. പറയേണ്ട നിലപാട് പറയാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്യുക. അതിനപ്പുറത്തേക്ക് അവരെ തോന്നിയ മാതിരിയാണെന്നുണ്ടെങ്കിൽ യു കനോട്ട് കൺട്രോൾ. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യാം. അത് എന്ത് ചെയ്യണം? ഓക്കെ, അവർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്.
ദിസ് ഈസ് വാട്ട് ഐ ക്യാൻ ഡു. ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിനപ്പുറത്തേക്ക് ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ആ കാര്യം. എന്തുകൊണ്ട് അവൻ നന്നാവുന്നില്ല, എന്തുകൊണ്ട് അവൾ നന്നാവുന്നില്ല, എന്തുകൊണ്ട് അവൻ നോ. ചെയ്യാൻ പറ്റുന്ന എന്താണോ ചെയ്യാം. സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നതാണോ സപ്പോർട്ട് കൊടുക്കുക, അറിവ് കൊടുക്കാൻ പറ്റുന്നതാണ് അറിവ് കൊടുക്കുക, വേറെ ഡോക്ടറെ പോയി കാണിക്കണമെങ്കിൽ കാണിക്കുക, വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാം, വീട്ടുകാരായിട്ട് സംസാരിക്കുന്നതാണെങ്കിൽ സംസാരിക്കുക, ഇതിനുള്ള ഒരു സൊല്യൂഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ബാക്കി എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കുക. ചെയ്യും. അവരിപ്പോൾ ഇനി അങ്ങനെയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ അതിൽ ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്, എനിക്ക് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻ ഇതാണ്. യു ഗോട്ട് ഇറ്റ്? സോ യു ക്യാൻ ഓൾവേസ് കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ പ്രതികരണം, നമ്മളുടെ ശീലങ്ങൾ. ഞാൻ എന്ത് ശീലങ്ങളുള്ള ആളായിരിക്കണം, ഞാൻ എങ്ങനെ പ്രതികരിക്കണം, എൻ്റെ മനോഭാവം എങ്ങനെയായിരിക്കണം, ഇതാണ് എനിക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മളെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക, നമ്മുടെ പെരുമാറ്റത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. സോ സിമ്പിൾ 5 മിനിറ്റ് സ്ട്രെസ് റീസെറ്റ് റുട്ടീൻ. ഒരു റുട്ടീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് 1, ഫസ്റ്റ് 1 മിനിറ്റ് ഡീപ് ബ്രീത്ത് എടുക്കുക. സ്റ്റെപ്പ് 2, നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യുക. സ്റ്റെപ്പ് 3, നോട്ടീസ് 5 തിങ്സ് അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റിലുമുള്ള അഞ്ചോളം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. ദിസ് ഈസ് കോൾഡ് ഗ്രൗണ്ടിങ്. നമ്മളെന്ത് വെച്ചാൽ ഒരു മൈൻഡ്ഫുൾനെസ് പോലെ ഒരു പ്രാക്ടീസ് ആണ്. ആൻഡ് സ്റ്റെപ്പ് 4, തിങ്ക് ഓഫ് 3 തിങ്സ് യു ആർ ഓൾറെഡി ഗ്രേറ്റ്ഫുൾ. 3 കാര്യങ്ങൾ, നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അഞ്ചാമത്തത്, ആസ്ക് യുവർ സെൽഫ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് റൈറ്റ് തിങ് ദാറ്റ് ഐ ക്യാൻ ഡു. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന റൈറ്റ് തിങ് എന്താണ് എന്ന് ചോദിക്കുക. ഓക്കെ, നിങ്ങളെന്ത് വെച്ചാൽ നിങ്ങളിപ്പോൾ തന്നെ ജസ്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ നമുക്ക് ഈ ഒരു എക്സസൈസ്. ഓക്കെ, ആർ യു റെഡി? ഇഫ് യു ആർ റെഡി ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാലോ. 5 യെസ് സർ. സ്റ്റെപ്പിൽ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് എണീറ്റ് നിൽക്കുക. എണീറ്റ് നിന്നിട്ട് എന്ത് വെച്ചാൽ ഡീപ് ബ്രീത്ത് എടുക്കുക. ഓക്കെ, എണീറ്റ് നിന്നോളൂ. എണീറ്റ് നിന്നിട്ട് വെച്ചാൽ പതിയെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഡീപ് ബ്രീത്ത് എടുക്കുക. ഓക്കെ, ഡീപ് ബ്രീത്ത് എടുക്കുക. ടേക്ക് ഡീപ് ബ്രെത്ത്. പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങളുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഒന്ന് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. നിങ്ങളുടെ ടോസിൽ നിൽക്കാം, അതായത് കാൽ വിരലുകളിൽ മാത്രമായിട്ട് ബോഡി ഒന്ന് മുകളിലോട്ട് പോക്കുക. ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ബാക്കോട്ട്, പുറകിലോട്ട്, മുൻപിലോട്ട്. തല ഇങ്ങനെ ആക്കാം, താഴോട്ടാക്കാം, സൈഡിലോട്ടാക്കാം, ഇങ്ങനെ ആക്കാം. ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, റെഡിയാക്കാം. ഒന്ന് ഇളകി റെഡിയായതിനു ശേഷം നെക്സ്റ്റ് നിങ്ങളുടെ ചുറ്റിലുള്ള 5 വസ്തുക്കളെ ഒന്ന് നോട്ടീസ് ചെയ്യാം. നിങ്ങളുടെ റൂമിൽ ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ ബുക്ക് ആവാം, ഒന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, നിങ്ങൾ എവിടെ നിൽക്കുന്നത് നോക്കുക. ആ ഒരു നിലം, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കാണാം. നിങ്ങളുടെ മുൻപിൽ എന്തുണ്ട്, ടേബിളുണ്ട്, ചിലപ്പോൾ ബെഡ് ഉണ്ടാവും, ടേബിൾ ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ എന്താണോ ഒരു 5 കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുക, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം 3 കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിലുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക. 3 നല്ല കാര്യങ്ങളെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക. ഓക്കെ, ഗ്രേറ്റ്ഫുള്ളായി നന്ദി പറയുക. മനസ്സിൽ 3 നല്ല കാര്യങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ. നല്ല മക്കളുണ്ടാവാം, നല്ല മാതാപിതാക്കളുണ്ടാവാം, നല്ല വീടുണ്ടാവാം, അല്ലെങ്കിൽ താമസിക്കാനൊരു വീടുണ്ടാവാം. പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ താമസിക്കാനൊരു വീടുണ്ട്, യാത്ര ചെയ്യാൻ വാഹനമുണ്ട്. മനസ്സറിഞ്ഞ് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഭക്ഷണമുണ്ട്, ഭക്ഷണം പാചകം ചെയ്യപ്പെടുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് പറയും. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 5, ആസ്ക് യുവർ സെൽഫ്, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു നല്ല കാര്യം എന്താണ്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് റൈറ്റ് തിങ് ദാറ്റ് ഐ ക്യാൻ ഡു? ഇന്നത്തെ ദിവസം പ്രിപ്പയർ ചെയ്യുന്നതാവാം, ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുന്നതാവാം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുന്നതാവാം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് എൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ മക്കളെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ ഹഗ് ചെയ്യുന്നതാവാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് റൈറ്റ് തിങ് ദാറ്റ് ഐ ക്യാൻ ഡു? അത് ആലോചിക്കാം, ഇരുന്നോളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഇരിക്കും. അപ്പോൾ നമ്മുടെ സെഷനോട് അവസാനിക്കാൻ പോകുന്നത്.
സ്ട്രെസ് ഈസ് എ നോർമൽ പാർട്ട് ഓഫ് ലൈഫ്. നമ്മൾ മനസ്സിലാക്കേണ്ട ലൈഫിന്റെ പാർട്ടാണ് സ്ട്രെസ്. അല്ലാതെ ഇത് കുറച്ച് ആൾക്കാർക്കുണ്ട് കുറച്ച് ആൾക്കാർക്ക് ഇല്ല, അങ്ങനെയല്ല. കണ്ടിന്യൂസ് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ ഇത് ബാധിക്കും. നമുക്ക് സ്ട്രെസ്സിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ ലേൺ ടു മാനേജ്. അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സ്മോൾ കൺസിസ്റ്റന്റ് ഹാബിറ്റ്സ് ക്രിയേറ്റ്സ് ലാസ്റ്റിംഗ് പീസ്. ചെറിയ ചെറിയ ശീലങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ യുവർ ഗ്രേറ്റസ്റ്റ് പവർ ഈസ് നോട്ട് കൺട്രോളിങ് ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നതിലല്ല കാര്യം, ബട്ട് കൺട്രോളിങ് യുവർ റെസ്പോൺസ്. നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിലാണ്. നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? സ്ട്രെസ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് ടു യു. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല സ്ട്രെസ് ഉള്ളത്. ഇറ്റ് ഈസ് ഓഫൻ അബൌട്ട് ഹൗ യു റെസ്പോണ്ട് ടു വാട്ട് ഹാപ്പൻ. നമുക്ക് എന്താണോ സംഭവിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, എന്ത് സംഭവിക്കുന്നു അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു. വെൻ യു ലേൺ ടു മാനേജ് യുവർ മൈൻഡ്, നമ്മുടെ മനസ്സിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ആൻഡ് ദിസ് ഇസ് ഇറ്റ്. എനി ക്വസ്റ്റ്യൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? സാർ ചോദിച്ചോളൂ. സാർ ഇപ്പൊ പറഞ്ഞ ഭാഗം ഒന്നുകൂടി പറയൂ. ഏത് ഭാഗമാണ്? ലാസ്റ്റ് വൺ. ലാസ്റ്റ് വൺ ഏതാ? ഏത് പോയിന്റാന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കുറേ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ സ്ട്രെസ് ഈസ് നോട്ട് ഓൾവേസ് ഔട്ട്. നമുക്ക് എന്താണോ സ്ട്രെസ് എന്ന് പറയുന്നത്, നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല സ്ട്രെസ്. നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. നമ്മളുടെ മനസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതാണ് പോയിന്റ്. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ. ഹൗ വാസ് ടുഡേ സെഷൻ? ജെറി ജോർജ് സാർ, ഹൗ വാസ് ടുഡേ സെഷൻ? നല്ല സൂപ്പർ സെക്ഷൻ ആയിരുന്നേ. നല്ല. കുറച്ചേ കേട്ടുള്ളൂ. താങ്ക് യു. പറയാം. നമ്മൾ 30 പ്രാവശ്യം 40 പ്രാവശ്യം ബ്രീത്തിങ് എക്സസൈസ് എടുക്കണം പറഞ്ഞില്ലേ? ഹലോ, പറഞ്ഞോളൂ ഇക്ബാൽ ഖാൻ. അത് നമ്മൾ ഒറ്റ പ്രാവശ്യമായിട്ട് എടുക്കുന്നത് പല പ്രാവശ്യമായിട്ടാണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ആശാ സാർ പറഞ്ഞോളൂ. സാർ ഞാനൊരു ചാറ്റ് ബോക്സിലൊരു സംഭവം ഇട്ടിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ സമയം അധികം കളയണ്ടെന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. Yeah, heartfelt thanks for today's wonderful session. Okay, thank you. What is the stress and ways to release stress? The session was not only informative but also deeply meaningful. It reminded us to pause and reflect and take a better care of ourselves amidst the pressures of daily life. Yeah, a simple, practical, and compassionate approach made the message truly resonate. I sincerely appreciate the time, effort, and wisdom shared with this. Thank you once again for inspiring us to live with greater peace and balance and resilience. Wishing you continued success is touching many more lives through such meaningful session. Thank you so much, sir. വളരെയധികം സന്തോഷം ഷെയർ ചെയ്തതിൽ. സാർ ഇതൊന്ന് മൈൻഡിൽ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ, ഇത് ജീവിതത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഒരാളുടേതല്ല, 1000 ആളുടേതല്ല, 1,00,000 ആളുകളുടേതല്ല, ഇതുണ്ടാക്കുന്ന മാറ്റം പിന്നെ അത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റാത്തതാണ്. ഇനി ഇതൊക്കെ ഉള്ള ആളുകൾ, ഞങ്ങൾ കുറച്ച് ആളുകളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നേ ഇല്ല. ഇത് ലോകത്തുള്ള മൊത്തം ആളുകളെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മുഴുവൻ ആളുകളും ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ്, മനുഷ്യനാണെങ്കിൽ. അപ്പം ഇത് കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടതാണ്, മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇത് നമ്മൾക്കൊരു ഭാഗ്യം കിട്ടി ഇങ്ങനെയൊക്കെ ഒന്ന് തിരിച്ചറിവുണ്ടാവാനും കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്യാനും നമ്മൾ കുറച്ച് ബെറ്റർ ചെയ്യാനും എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത്. ഇത് നമ്മളും നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ ചുറ്റുപാടുള്ളവരും ഒക്കെ ഇത് അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ സന്തോഷവും ആ മഹത്വവും ആ ഒരു ഫുള്ളസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് എത്താൻ വേണ്ടി സാറിൻ്റെ ഈ വാക്കുകൾ, ഈ ഒരു സെഷൻ ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒരു സങ്കടമുള്ളത് ഇതേപടി ഓർത്തു വെക്കാൻ കഴിയുമെന്നുള്ളിടത്ത് മാത്രമാണ്. ഇതിൻ്റെ ഈ മെമ്മറി ഉണ്ടല്ലോ, നമ്മൾ ഈ ഇത്രയും കേട്ടതൊക്കെ എഴുതി വെച്ചതൊക്കെ എൻ്റെ സാർ ഞാൻ തുടരുകയാണ്. ഞാൻ വെച്ച് വൈകിയാവുന്നതെങ്കിൽ, പക്ഷേ ഇത് ഫുൾ എഴുതിയ ഒരു പ്രസൻറ്റേഷൻ ആക്കി വെച്ചത് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സക്സസ് ആണ്. അല്ലാത്തൊരു സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കാര്യം കേട്ടിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് തിരുമിതെല്ലാം വിട്ടുപോകും. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാക്കി ആർക്ക് മാറ്റാൻ പറ്റിയോ
അവർക്കാണ് ഇപ്പോൾ ഈ ഉപയോഗിച്ച സമയം വർത്താവാന്ന് ഞാൻ കരുതുന്നത്. ഞാൻ തീർച്ചയായിട്ടും നമ്മളതിനെ ഞാനൊരു സിമ്പിൾ സാധനത്തിലേക്ക് ഒരു സംഗതി പറഞ്ഞുതരാം. സാർ ഇവിടെ ഷെയർ ചെയ്തപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് സർ. ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഗതി പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ നമ്മൾ കാണേണ്ടത് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ എന്താ പറയുക ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ സ്ട്രെസ്സിന്റെ ഒക്കെ മറ്റൊരു സോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഓവർ സീരിയസ് ആയിട്ട് ലൈഫിനെ കാണരുത്. ലൈഫിൽ ഇപ്പോൾ സാർ ഇവിടെ പറഞ്ഞു, ഇപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ചുള്ള ക്ലാസ് എടുത്തത്, സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് ടെക്നിക്കുകളും ട്രിക്സുകളും പറഞ്ഞു. ഈ ടെക്നിക്കുകളും ട്രിക്സുകളും എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ദാറ്റ് ബിക്കംസ് അനദർ സ്ട്രെസ്. അത് കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള സ്ട്രെസ് വേറെയാണ്. അപ്പൊ നമ്മളെപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ ഡു വാട്ട് യു ക്യാൻ. ഇവിടെ ഒരു അവസരമുണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്യുക. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അതൊക്കെ ചെയ്യുക. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ മിസ്റ്റേക്സുകൾ വരാം. ദാറ്റ്സ് ഓക്കെ. അക്സെപ്റ്റ് യുവർ സെൽഫ് വിത്ത് ഓൾ ദ മിസ്റ്റേക്സ്. ആൻഡ് ദാറ്റ് ഈസ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മിസ്റ്റേക്സുകൾ ഉണ്ടാകും, പോരായ്മകളുണ്ടാകും, നമ്മൾ ആ അക്സസ് സംഗതിയിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട് ഈ മാസം, ജൂലൈയിലാണ് വരാൻ പോകുന്ന, അടുത്ത മാസം. അപ്പോൾ നമ്മുടെ വിദേശത്തുള്ള ഒരുപാട് സുഹൃത്തുക്കളും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്റ്റുഡൻസും പലരും ഒക്കെ നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈമും കൂടിയാണ് വെക്കേഷൻ ടൈം. സോ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്യണം. അത് പ്യൂർലി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ നിന്ന് പുറത്ത് കടന്ന് നമ്മൾ അൾട്ടിമേറ്റ് പീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം അത് അഡ്വാൻസ് പ്രോഗ്രാമാണ്, 3 days ഇവന്റ് ആണ്. നമ്മളത് വയനാട് വെച്ചോ അല്ലെങ്കിൽ എന്താ പറയുക കാലിക്കറ്റിൽ വയനാട്ടിലെ ബോർഡർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചൊക്കെയാണെന്ന് വെച്ചാൽ അടിവാരം ആ ഒരു ഭാഗമുണ്ടല്ലോ, അവിടെയൊക്കെ വെച്ചിട്ടാണ് നമ്മളെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ചെയ്യാറുള്ളത്. നോർമലി നോളജ് സിറ്റിയിൽ വെച്ചിട്ടാണ് ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ വയനാട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി 3 ദിവസം നിന്ന് നമ്മൾ നല്ല രീതിയിലേക്ക് ഹീല് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് ലോ ഓഫ് അട്രാക്ഷനും അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും കൂടി സഹായിക്കുന്ന പ്രോഗ്രാംസുകൾ വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ പങ്കെടുക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ യു ക്യാൻ അച്ചീവ് പീസ്, ഹൗ യു ക്യാൻ അച്ചീവ് വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് വേ ഓഫ് എക്സ്പ്രസിങ് us. നമ്മൾ ഒരു വേറൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. സോ ആ ഒരു പ്രോഗ്രാം വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാം വരാനുണ്ട്, എ ഡേറ്റ് വിത്ത് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വരാനുണ്ട്. അൾട്ടിമേറ്റ് ഐഡന്റിറ്റി, അതാണ് ഒരു അൾട്ടിമേറ്റ് പ്രോഗ്രാം. അൾട്ടിമേറ്റ് പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ടുള്ള. കഴിഞ്ഞ സെഷനിൽ ഞാൻ ആശാ സാറിനൊക്കെ അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ബാച്ചിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ഫുൾ ഫ്ലെഡ്ജ്ഡ് വേർഷൻ കോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എനിവേ നിങ്ങൾ ഓരോരുത്തരും സ്ട്രെസ്സിന് സിമ്പിളായിട്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം ചെയ്യണമെന്നില്ല, കുറേശ്ശെ ചെയ്തു തുടങ്ങുക. സ്റ്റാർട്ട് ഇൻ സ്മോൾ എമൗണ്ട്സ്. നിങ്ങളെ പ്രഷറൈസ് ചെയ്യാതിരിക്കുക. സ്ട്രെസ് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ പോലും സ്ട്രെസ് ആവരുത്. കീപ്പ് ഇറ്റ് സിമ്പിൾ, കീപ്പ് ഇറ്റ് എന്താ പറയുക ഹംബിൾ. സ്റ്റാർട്ട് സ്മോൾ സ്റ്റെപ്സ്. ഡു 1 thing or maybe 2 things or maybe 3 things. Do what you can and start growing from there. Make it better. Go slow. It's okay to go slow. And sometimes it's okay to take break. Sometimes it's okay to do nothing. Sit with yourself and relax. Because this world is not going to end. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, നമ്മളിങ്ങനെ പെർഫെക്റ്റായി ജീവിച്ചില്ലെങ്കിൽ, നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഇങ്ങനെ ആയില്ലെങ്കിൽ ഇതെല്ലാം പോകും, കയ്യിൽ നിന്നെല്ലാം പോകും. Everything is goes. No, nothing is going to happen. It's okay. Sometimes it's okay. And that is, be gentle with your life. Be gentle with yourself. നിങ്ങളോട് കരുണയും ദയയോട് കൂടി പെരുമാറുക. അവിടെയാണ് സമാധാനത്തിന് തുടക്കം. That means self-love. Let's mix up everything and create a beautiful, this magic called life. Anyway, I hope എന്താ പറയുക ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. എനിത്തിങ്? താങ്ക് യു സർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു.
എന്താ പറയാ, നമ്മുടെ ആശി സാർ പറഞ്ഞ പോലെ നമുക്ക് ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് വളരെ ശരിയായിട്ടൊരു കാര്യം തന്നെയാണ്. EFT കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുക, ഉം, ഉം. അതുപോലെ ജേണൽ Yeah. കാര്യങ്ങളൊക്കെ എഴുതുക. അതൊക്കെ അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കുറെ മാറ്റങ്ങൾ വരും. കുറേശ്ശെ ചെയ്താൽ മതി. എല്ലാം അതെ അതെ perfect ആയിട്ട് ചെയ്യണ്ട, എല്ലാം ഓർത്ത് വെക്കണ്ട, എല്ലാം കംപ്ലീറ്റ്ലി ചെയ്തു പോകണ്ട. കുറേശ്ശെ. കാരണം നമ്മൾ ആദ്യം നമ്മളോട് ചെയ്യേണ്ട ഒരു കാരുണ്യം അതാണ്, കരുണ അതാണ്. നമ്മളോട് കരുണ അതെ കാണിക്കണം, അതെ ദയ കാണിക്കണം, ഇറ്റ്സ് ഓക്കെ എന്നുള്ള സംഗതിയിൽ എന്നിട്ട് പതുക്കെ എല്ലാത്തിലേക്കും എത്താം. അതെ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് നമ്മളിലേക്ക് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്റൻസിറ്റി അല്ല നമുക്ക് ആവശ്യം, മറിച്ച് ശരിക്കും ശ്രദ്ധിച്ചോളൂ ഈ വേർഡ്. ഇന്റൻസിറ്റി അല്ല നമുക്ക് ആവശ്യം, കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. കൺസിസ്റ്റൻസിക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെറിയ ഒരു കാര്യം, 2 കാര്യം, 3 കാര്യം അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോവുക. അത് കൺസിസ്റ്റൻസി വേണം എന്ന് പറഞ്ഞ് അതും സ്ട്രെസ് ആവരുത്. ഇടയ്ക്കൊരു മിസ്സായാലും കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന ഒരു സംഗതിയിൽ പോകുമ്പോൾ ഓൾറെഡി സ്ട്രെസ് അങ്ങ് പോകും. പലപ്പോഴും നമ്മുടെ സ്ട്രെസ്സിന്റെ കാരണം നമുക്കിതെല്ലാം അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് വേണം, ഇത് വേണം, പെർഫെക്റ്റ് ആണ്, മറ്റത് വേണം. നോ, ഡോണ്ട് ഡു ദാറ്റ്. യു ആർ ഹേർട്ടിങ് യുവർ സെൽഫ്. നമ്മൾ ഡോണ്ട് ഓവർ പ്രഷർ അവർ സെൽസ്. നമ്മളായിട്ടും നമ്മുടെ ലൈഫിനെ ഓവർ സീരിയസ് ആയി പ്രഷർ ചെയ്യും. നമ്മൾ ഈ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മൂക്കത്തി വീണാൽ തീരുന്ന ലൈഫുള്ളൂ. നമ്മൾ ചിലപ്പോൾ ചുമരിൽ ഒരു പടമായിട്ട് തീരുന്നല്ലാതെ വലിയ പ്രത്യേകിച്ച് മാറ്റം നടക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കുടുംബം ഒന്ന് കുറച്ചു കാലം നമ്മളെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കും, വിഷമിക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരും മറക്കും, അവരുടെ ലൈഫ് അവർ ജീവിക്കും. അല്ലാതെ നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ടോ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ടോ ഈ കാര്യങ്ങൾ നമ്മൾ കീപ് ഇറ്റ് സിമ്പിൾ. വി ആർ നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ലിവ് ഇറ്റ്, സെലിബ്രേറ്റ് ഇറ്റ്, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. ഒരൊറ്റ ചാൻസാണ് കിട്ടിയത്. യു ഗോട്ട് വൺ ചാൻസ്. നാളെ മരിച്ച് ജനിക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല. പല വിശ്വാസങ്ങളുണ്ടല്ലോ. ചില വിശ്വാസത്തിൽ പറയുന്നത് എന്താണ്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അപ്പയായിട്ടാണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ ഒരാൾ വന്നിട്ട് ഭർത്താക്കളെ കൊണ്ടുപോയാൽ തീർന്ന്. അപ്പൊ ഇപ്പം കമ്മ്യൂണിസ്റ്റ് അപ്പയല്ല, അല്ലെങ്കിൽ എന്താ പറയാ, വി ആർ എ ഹ്യൂമൻ ബീയിങ്, എ ബ്യൂട്ടിഫുൾ പേഴ്സൺ. യു ഹാവ് എ ബ്യൂട്ടിഫുൾ ലൈഫ് ടു ലീവ്. സോ സ്ട്രെസ് അടിച്ച് വെറുതെ ചിന്തിച്ചു കൂട്ടി കളയണ്ട. ലിവ് എ ലിറ്റിൽ, എൻജോയ് ഈച്ച് മൊമെന്റ്സ്, സേവർ ദ ഫ്ലേവർ എന്ന് പറയും. ആ ചായ കുടിക്കുമ്പോഴും ആസ്വദിച്ച് കുടിക്കുക. Life is so tasty, so beautiful. There is each and every moment it's passing by. Make it count, enjoy it, live it. And sometimes it's okay to make fun of your life, make fun of yourself. Look at yourself and then ask yourself, why the hell are you being bloody serious? ചുമ്മാ ഇങ്ങനെ വെറുതെ നീ സീരിയസ് ആയിട്ട് ഓർത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ലൈഫിനെ കുറച്ചൊക്കെ സില്ലി ആയിട്ട് എൻജോയ് ചെയ്ത്, കുറച്ച് ലെയിം ജോക്സ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ഫണ്ണൊക്കെ എൻജോയ് ചെയ്തിട്ട് ജീവിക്കും. ജസ്റ്റ് എൻജോയ്. Let's do that. Thank you. ഓക്കെ സർ, ഗുഡ് മെസ്സേജ്. താങ്ക് യു സർ. Alright, നമുക്ക് വീണ്ടും കാണാം. Okay, have a great day. താങ്ക് യു സാർ. You're welcome. ഇതൊക്കെ ചെയ്യുമ്പോഴാണ്, ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടുക. ആ ഹാപ്പിനെസ് നിന്ന് കിട്ടുന്ന എനർജിയിൽ നിന്നാണ് നമ്മൾ അടുത്ത വലിയ പ്രോജക്റ്റുകളും കൂടുതൽ ഹാപ്പിനെസ് മറ്റുള്ളവരിലേക്ക് ചെയ്യലും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ നമുക്ക് എത്താൻ പറ്റും കേട്ടോ. ഇത്രയും ഗുഡ് മോർണിംഗ് സർ. എനിക്ക് ഒരു ചെറിയൊരു മിറാക്കിൾ സംഭവിച്ചു. ടൈം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസത്തേക്ക് പറഞ്ഞോളൂ. ആരാണത്? ജാസ്മിൻ റഫീഖ്. ഓക്കെ, പറഞ്ഞോളൂ. മിറക്കിൾ നമ്മുടെ കോഴ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. പറഞ്ഞോളൂ. ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തതാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടാമത് തവണ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എപ്പോഴും എല്ലാം വിശ്വസിക്കത്തില്ല. ചിലർ പറയും നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെ പെയിൻ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതിന് മുന്നേ എനിക്കൊരു ഉച്ചയ്ക്കൊക്കെ പ്രാക്ടീസ് നമുക്ക് തരുമല്ലോ, കുറവ് പ്രാക്ടീസ് ചെയ്യാൻ തരുമല്ലോ. അപ്പൊ ഞാനിത് ഉച്ചയ്ക്കൊക്കെ കുറെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴാണെന്ന് പറയാം, റൈറ്റ് ഹാൻഡിലൊന്നും വല്ലാത്തൊരു പെയിൻ വന്നിട്ട് ഇത് ഒരു പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്തതുമില്ല. എനിക്ക് പെയിൻ ഉണ്ട്. സന്ധ്യ ആയപ്പോഴൊക്കെ നല്ല പെയിന്. അപ്പം എന്റെ ഉമ്മയെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നീ എന്തെങ്കിലും കട്ടിപ്പണിയെല്ലാം ചെയ്തോന്ന് ചോദിച്ചു. അപ്പൊ നീ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ആ ഓയിൻമെന്റ് ഒക്കെ ഇട്ട് നോക്കുന്നൊക്കെ പറഞ്ഞ്
ഞാൻ പിന്നെ 8 മണിക്ക് സെക്ഷന് കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ടാപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നു. ഞാൻ ആ ടൈം ആണെങ്കിലും ഉറങ്ങി പോവുക. ലാസ്റ്റൊക്കെ ഉം. രണ്ടാമത്തെ റൗണ്ട് ആയപ്പോഴും ഉറങ്ങുന്നെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ റൈറ്റ് ഹാൻഡ് പെയിൻ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തന്നെ ഒരു അത്ഭുതം പോലെ ഇത് എന്താ സംഭവിച്ചത്, ഇതിന് ഇത്രയും അത്ഭുതങ്ങളാണോ EFT? ആദ്യത്തെ തവണ തമാശക്ക് കയറി ചെയ്തതാ. എന്ന് വെച്ചാൽ EFT രണ്ടാമത്തെ വട്ടം ചെയ്യുക, ആദ്യം എനിക്കൊരു തമാശ പോലെ ആയിരുന്നു. ഉം. ഇപ്പൊ ഞാനിത് വിശ്വാസത്തോടെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് എന്റെ റിസൾട്ട് കിട്ടിയത്. അപ്പൊ ഓക്കെ. ഞാനിത് വയ്ക്കാം എപ്പൊ എനിക്ക് തോന്നി ചിലപ്പോ ആ നിമിഷം അങ്ങ് മാറിയതായിരിക്കും. ചിലപ്പോ നമുക്ക് അങ്ങനെയാണല്ലോ. ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആലോചിക്കും ഈ ഓയിൽമെന്റ് ഇടണം, ഈ ഓയിൽമെന്റ് എവിടാണ്, മക്കളെടുത്ത് എവിടെയും വെച്ചിട്ടുണ്ടോ, അത് തപ്പിയെടുക്കണം, ഇതൊക്കെയായിരുന്നു ചിന്ത. പക്ഷെ ഇത് കഴിഞ്ഞപ്പോ ഇത് എങ്ങോട്ടായി പെയിൻ പോയി, ഈ നിമിഷം വരെ ആ പെയിൻ വന്നിട്ടില്ല. എനിക്കുണ്ടായ വല്ല ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ എനിക്കിത് വലിയൊരു കാര്യമാണ്. ഐ എം സോ ഹാപ്പി ഫോർ യു. നിങ്ങളുടെ സന്തോഷം അത്രയും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് അറിയോ സാറേ, കാരണം എന്ന് വെച്ചാൽ ഇത് ഞാനിത് തമാശ പോലെ ഇങ്ങനെ സംഭവം ഇല്ല. എന്തായാലും പെയിൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത പെയിൻ മാറും. Yeah. ഇതിലെല്ലാത്തിലും ഉപരി ഞാൻ വിശ്വാസത്തോടാണ് ഈ വട്ടം ഇത് എനിക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടി എന്തോ ഇതിനകത്തുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കയറിയതാണ് ഞാൻ. അപ്പൊ എനിക്ക് അത്രയും സംഭവിച്ചപ്പോ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നി കേട്ടോ. അപ്പൊ അത് സാറിനോട് എപ്പോഴും പറയണോന്ന് തോന്നി അങ്ങനെ പറയുക. താങ്ക് യു സോ മച്ച്. എത്ര കാലമായിട്ടുള്ള പെയിൻ അത്? അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇത് പെട്ടെന്ന് വന്നതായിരുന്നു, ഒരു ഉച്ച തൊട്ട് Yeah. വന്നതായിരുന്നു. സോ ഇങ്ങനെ തന്നെയാണ് നമുക്കെന്ന് വെച്ചാൽ നമ്മളുടെ പല വേദനകളും അല്ലെങ്കിൽ സംഗതികളൊക്കെ ഒരുപാട് മിറക്കിൾസ് നമ്മുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾക്ക് ഒരുപാട് മിറക്കിൾസ് സംഭവിക്കട്ടെ. നമുക്ക് ഒരുപാട് എന്താ പറയാ അതെന്താണെന്നറിയോ സാറേ, കാരണം ഉച്ച തൊട്ടേ ഞാൻ ഈ പ്രാക്ടീസ് കുറെ ചെയ്യുന്നുണ്ട് നമുക്ക് തരുന്നേ. അപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ ടോപ്പിൽസ് ഒക്കെ റിമൂവ് അങ്ങനെ പറയുമല്ലോ. അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിലേ അതൊന്നും അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല, അതൊക്കെ എന്തോ ചുമ്മാ എന്നൊരു തോന്നലായിരുന്നു. പക്ഷെ അത് സത്യമായിരുന്നുള്ളത് എനിക്ക് തന്നെ തെളിവ് കിട്ടി. തീർച്ചയായിട്ടും. അപ്പൊ ഇനി എന്തെങ്കിലും ഉഷാറാവട്ടെ, നല്ല രീതിയിലേക്ക് ബാക്കിയുള്ള ഇപ്പൊ കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ, ഇപ്പൊ കിട്ടിയ നിങ്ങളുടെ എനർജി ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഒരു റെഗുലേഷൻ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള സാധനം. ഇതിൽ പിടിച്ചങ്ങോട്ട് കേറിക്കോ. ഇനി എല്ലാത്തിനും ഇരുന്ന് ടാപ്പ് ചെയ്യുക, എന്ത് അപ്പൊ വിഷയം ഞാന് ഓക്കെ സാർ, ഇത് പറയാൻ കാരണം വെച്ചാൽ ഇതിന് ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, വിശ്വാസത്തോടെ അല്ലെങ്കിൽ വിശ്വാസത്തോടെ തന്നെ ചെയ്യുക. ഇതാണ് ഞാനിത് ഇപ്പൊ പറയാൻ തന്നെ കാരണം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അടുത്ത ബാച്ച് പ്രോഗ്രാം വരുന്നുണ്ട്, അതിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ. നമുക്ക് 3 പ്രോഗ്രാംസ് ഇപ്പൊ നടക്കുന്നുണ്ട്. ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ EFT ബേസിക് പ്രോഗ്രാം, അടുത്തത് എന്ന് വെച്ചാൽ EFT അഡ്വാൻസ് പ്രോഗ്രാം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ നടത്തുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ട്രെയിനേഴ്സും കോച്ചസുമായിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഒരു സ്കില്ലുള്ള ആൾക്കാർക്ക് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു അതോറിറ്റി ബിൽഡ് ചെയ്ത് ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്ത് കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്ന, അതിൽ കോഴ്സ് രൂപത്തിൽ പഠിപ്പിച്ച് ഒരു കോച്ച് എന്നുള്ള രീതിയിൽ, ഒരു ട്രെയിനർ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്കായി മാറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രോഗ്രാം ഉണ്ട്. സോ ആ പ്രോഗ്രാമും ഇതിൻ്റെ കൂടെ ഈ വരുന്ന മാസങ്ങളിൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ എന്താ പറയുക ബിസിനസ് മെൻറ്ററിങ് പ്രോഗ്രാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഇത്രയും കാലം പോയതിനേക്കാളും കൂടുതൽ ശക്തിയിൽ, കൂടുതൽ പവറിൽ, കൂടുതൽ ഇമ്പാക്റ്റിൽ ഒരു വലിയ മിഷനോട് കൂടിയിട്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പേരുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് വേണം. ഞാൻ ഇതൊരു മിഷനായിട്ട് ഒരു വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ പവർഫുൾ ആയിട്ട് ഏറ്റെടുത്ത് കൊണ്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഐ വാണ്ട് ടു ഡെഡിക്കേറ്റ് മൈ ലൈഫ് ഫോർ ദിസ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ബീങ് ഒരു വർക്ക്, ഒരു ജോലി എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ ഐ വാണ്ട് ടു ഡു ദിസ്. ഐ വാണ്ട് ടു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അത് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. വി ഷുഡ് ലീഡ് എ പർപ്പസ്ഫുൾ ലൈഫ്. ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, ഒരു ഹാപ്പി ആയിട്ടുള്ള ഫുൾഫിൽമെന്റ് നൽകുന്ന ഒരു ലൈഫ് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അപ്പൊ അതിന് നമുക്ക് വി ഹാവ് ടു ബിക്കം നമ്മൾ സാധാരണ ഒരു വ്യക്തിന് അപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ വി ഹാവ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി. ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ, ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇറ്റ്സ് എ ചോയ്സ് I have to make, and I have made, and I need your support to make it happen and to continue that. Okay, so നമുക്കതിന് സാധിക്കട്ടെ. Thank you so much for everyone for being here. Let's continue this journey of transforming life and uplifting life. Thank you everyone. It was a beautiful, beautiful morning for me to have an opportunity to share all these messages and time with you. Thank you everyone. Have a great day.